القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم وما توفيقي إلا بالله عليه توكلت إليه أنيب أما بعد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا صاحب البغداد كل ناصري يا مطلب الحاجات يا عبد القادر يا صاحب البغداد كل ناصري يا مطلب الحاجات يا عبد القادر يا صاحب البغداد كل حاضر يا كل شيخ عبد القادر لشدائد الدنيا ويوم آخر وذخيرة خير ظهر الظاهر يا طيبا بالذات عبد القادر يا مثير القربات عبد القادر يا صاحب الخلوة كل حاضر يا مهتين من شيخ عبد القادر يا سيدي جندي فلا ترنني وليس لي سواك فارحمني وليس لي سواك فظهورا وليس لي سواك فانصورا يا قادري يا قادري يا قادري يا سيدي يا شيخنا يا قادري يا قادري يا قادري كن حاضري وناصرا لسيدي يا قادري ബഹുമാനമുള്ള ഉസ്താദുമാരെയും പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മുടെ വാദന്റെ സമാപന ദിവസമാണ്. മിഅ്റാജ് മൗലൂദോടുകൂടി നമ്മുടെ പരിപാടി അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയാക്കി തരുമാറാകട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് മിഅ്റാജിന്റെ സംഭവങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുകയുണ്ടായി. ബാക്കി കുറഞ്ഞ ഭാഗം ഇന്ന് സംസാരിക്കാം. പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന്
ആദ്യം തന്നെ നിങ്ങൾ ഉണർത്തും. لقدمة لحضرة قدسه تقديما صل عليه وسلم تسليما يا رب صل على النبي محمد. ിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ രാവ് നടത്തിയ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് ആകാശത്തേക്ക് ആരോഹണം ചെയ്യുന്ന ഏതാ കയറുന്നേ? എങ്ങനെയാണ് കയറിയതാ? ലിഫ്റ്റുകളെ പോലെയുള്ള കോടിയാണ് അല്ലാഹു തആല അവിടെ സജ്ജമാക്കിയത്. അവിടെ നിന്ന് ഒന്നാം ആകാശത്തിന്റെ വാതിലിലേക്ക് എത്തിയപ്പോൾ മംബിൽ ബാബ്, ആരാണ് ഇവിടെ വാതിൽക്കൽ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടു. വാതിൽക്കൽ മുട്ടിയ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കപ്പെട്ടു, മംബിൽ ബാബ്, ആരാണ് വാതിൽക്കൽ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ വന്നിരിക്കുന്ന വാതിൽ തുറക്കപ്പെടുകയായി. ഒന്നാം ആകാശത്തിലുള്ള വാതിൽ തുറക്കപ്പെടുന്നേ. മലക്കുകൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. മർഹബാ യാ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈനി മർഹബാ അഖിലം വസഖില മർഹബാ യാ ഖൈറ ദാഇ യാ നബി സലാം സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്നേ. അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഒന്നാം ആകാശത്തിന്റെ ഭാഗങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നോക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട്. അപ്പോഴാണ് അത്ഭുതം കാണാൻ കഴിയുന്ന ഒരു പറ്റം മലക്കുകൾ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നേ. നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നു. അവരിയ്ക്കുന്നില്ല. മറ്റൊരു ഹദീസിൽ കാണാം, ഖിയാമയ്യതഹല്ലലൂൻ ഷഫീഅനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നേ. നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരെ സൃഷ്ടിച്ച കാലം മുതൽ അവർ നിന്നുകൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്യുന്നേ. ഖിയാമത്ത് നാൾ വരെ നിൽക്കുകയാണ്. എവിടെയാണിത്? എവിടെയാണ്? ഇവിടെ ഒന്നാം ആകാശത്തിൽ അവിടെയുള്ള അത്ഭുതങ്ങൾ കണ്ടു. ആലമിൽ മലകൂതി വസറായിറ നാസുതി വൽ ജബറൂതി ഐന മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമിൽ ലദുന്നി ഹവാഹുലുമാ സല്ലി അലൈഹി വസല്ലിം തസ്ലീമാ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദ്. അവിടെയുള്ള അത്ഭുതങ്ങൾ മുഴുവനും നടന്നു കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി രണ്ടാം ആകാശത്തേക്ക് വരുന്നു. ഇനി നബിയെ രണ്ടാം ആകാശത്തേക്ക് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ആകാശത്തേക്ക് വരുമ്പോൾ ഒന്നാം ആകാശവും അതിന്റെ താഴെയിൽ നിന്നതാ വലിയൊരു മരുഭൂമിയിലുള്ള ഒറ്റക്കണ്ണി പോലെ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ വിശാലമായ രണ്ടാം ആകാശത്തേക്ക് കിടന്നപ്പോൾ അവിടുത്തെ വാതിൽക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുട്ടുന്നേ. ഫംബിൽ ബാബ്, ആരാണ് ഇവിടെ വാതിൽക്കൽ എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി യാത്രയായിരിക്കുകയാണ്. അപ്പോൾ ആ നബി എങ്ങോട്ട് യാത്രയാക്കപ്പെട്ടോ എന്ന് ചോദിക്കപ്പെടുന്നു. വാതിൽ തുറക്കപ്പെടുന്നു. മലക്കൽ കൂട്ടം കൂട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് സ്വീകരിക്കുന്നു. മർഹബാ യാ നൂറൈനി മർഹബാ
جد الحسين مرحبا أهلا وسهلا مرحبا يا خير داعي يا نبي سلام يا حبيب سلام عليكم صلوات الله عليكم മലക്കുകൾ സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആകാശത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുനോക്കുന്ന രണ്ടാം ആകാശത്തിലെ ഈ ഭയങ്കരമായ നിഅമത്തുകൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു. മലക്കുകൾ വിവരിക്കുന്ന ലോകത്തുള്ള സർവ്വ അത്ഭുതങ്ങളെയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കണ്ണുകൊണ്ട് കണ്ടുപോയി. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഇന്നാ തൈരാക്കൽ കൗസർ, പെരുത്ത ഗുണങ്ങൾ അല്ലാഹു തആല നൽകിയിരിക്കുന്നു നബിയെ. ആ അത്ഭുതങ്ങൾ മുഴുവനും കണ്ട് അതിലുള്ള രഹസ്യങ്ങളും മനസ്സിലാക്കി അങ്ങനെ നോക്കുമ്പോഴല്ലേ അവിടുത്തെ ഒരു പത്ത് മലക്കുകളതാ റുക്കൂഇലായി ഇബാദത്ത് ചെയ്യുന്നേ. റുക്കൂഇലാണ് മലക്കുകള്. ആദ്യത്തെ ഒന്നാം ആകാശത്തിലെ മലക്കുകൾ എങ്ങനെയാ നിൽക്കുന്നു. ഞാൻ രണ്ടാം ആകാശത്തില് കുനിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയാണ്. അത്ഭുതം, അവരങ്ങനെ തന്നെ ഖിയാമത്ത് വരെ ഇബാദത്ത് ചെയ്യുന്നേ. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ അത്ഭുതങ്ങൾ മുഴുവനും ഒരുപാട് കണ്ടിട്ടുണ്ട്. മേറാജിന്റെ വിശദീകരിക്കേണ്ട സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുകയില്ല. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അതാ മൂന്നാം ആകാശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉയർത്തുന്നേ. മൂന്നാം ആകാശത്ത് ചെന്ന് നിൽക്കുമ്പോൾ അതിന്റെ താഴെയുള്ളത് മുഴുവനും ഒരു വലിയ മരുഭൂമിയിലെ ചെറിയ വട്ടക്കെട്ടി പോലെ മാത്രമേ കാണാനുള്ളൂ. അത്രയും വിശാലമായ മൂന്നാം ആകാശത്തിന്റെ വാതിൽക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുട്ടി നിൽക്കുന്നേ. മന്ദിൽ ബാബ്, ആരാണ് വാതിൽക്കൽ എന്ന് ചോദിക്കപ്പെടുന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വന്നതാ. വാതിൽ തുറക്കുകയായി. അതാ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുന്ന മർഹബാ യാ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈനി مرحبا أهلا وسهلا مرحبا يا خير داعي يا نبي سلام. يا حبيب سلام عليكم സലവാത്തുല്ലാഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാം ആകാശത്തിലുള്ള അത്ഭുതങ്ങൾ മുഴുവനും കാണുന്നു. അത് മുഴുവനും നടന്നുകൊണ്ടപ്പോൾ അവിടെ പ്രത്യേകമായ മലക്കുകൾ സുജൂദിലായി ഉണർക്കുന്നു. അവരുടെ ഇബാദത്ത് എങ്ങനെയാണ്? അവരുടെ സൃഷ്ടിച്ചയുടെ മുതൽ സുജൂദിലാണ്. അവരുടെ സൃഷ്ടിച്ച കാലഘട്ടം മുതൽ സുജൂദിലാണ് ഖിയാമത്ത് നാൾ വരെ. അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചു പോയി, ഇതുപോലുള്ളൊരു ഇബാദത്ത് എനിക്കും ഉമ്മത്തിമാർക്കും ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം നാലാം ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെയും മലക്കുകൾ സ്വീകരിച്ച് വാതിൽ തുറന്ന് സ്വീകരിച്ച് നാലാം ആകാശത്തിന്റെ വാതിൽക്കൽ മുഴുവനും അതിന്റെ എല്ലാ ഭാഗങ്ങളിലെ രഹസ്യങ്ങളും മുഴുവൻ നടന്നു കണ്ടപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന മലക്കുകളെ കാണാം. ഖിയാമത്ത് നാൾ വരെ ഇരുന്നുകൊണ്ടാണ് അത്തഹിയ്യാത്തിലിരിക്കുന്ന ഇരുത്തം പോലെ. അത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ച് ഇതുപോലുള്ള ഇബാദത്ത് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒന്നാം ആകാശത്തിൽ എങ്ങനെയാണ് നിന്നിട്ട്, രണ്ടാം ആകാശത്തിൽ എങ്ങനെ, രണ്ടൊന്ന് കൂട്ടി വായിച്ച് ഹാ പോലെയല്ലേ വരിക. ആദ്യ അലിഫ്, രണ്ടാമത്തെ ഹാ. ഇപ്പൊ എന്തായി? ആദ്യത്തെ അലിഫ് അല്ലേ നിൽക്കുക, രണ്ടാമത്തെ ഇങ്ങനെ റുക്കോയിലാകുമ്പോ ഹാ പോലെയല്ലേ. വൈകി
സുജൂദിലാകുമ്പം പാലിട്ടെഴുതിയ ഭീമ പോലെ അപ്പം എന്തായി അഹമ്മ ഇരുത്തം ദാല് എന്തായി ഇതാര പേര് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പേര് അഹ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിസ്കാരം അഹ്മദിയാണ്. അതിന്റെ അഫ്ആലുകൾ നിൽക്കുക, കുനിയുക, സുജൂദിലായി വീഴുക, ഇരിക്കുക, ഇതാണ്. അഥവാ അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ലേ, എന്റെ വേഷം വരുന്ന അഹ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അഹ്മദിയായ നിസ്കാരം അത് ഒന്നാനാകാശത്തിലുള്ള നൃത്തമാണ്, രണ്ടാനാകാശത്തിലുള്ള റുക്കുവാണ്, മൂന്നാനാകാശത്തിലുള്ള സുജൂദാണ്, നാലാനാകാശത്തിലുള്ള ഇരുത്തുമാണ്. നിങ്ങളിവിടെ കുളമറ്റത്തെ പള്ളിയിലേക്ക് കടന്നുകൊണ്ട് മേറാബിലേക്ക് കടന്നു നിന്നാൽ നിങ്ങളുടെ നൃത്തം നിങ്ങളുടെ പാദം ഭൂമിയിലാണെങ്കിലും എവിടെയാണ് നിൽക്കുന്നത്? ഒന്നാനാകാശത്തിലുള്ള മലക്കുകളുടെ ഇബാദത്തിന് തത്തുല്യമായ ഇബാദത്തിലേക്ക് പ്രവേശിച്ചവരാണ്. നിങ്ങൾ റുക്കോയിലേക്ക് പോയാൽ ആ റുക്കോയിൽ രണ്ടാനാകാശത്തിലുള്ള മലക്കുകളുടെ ഇബാദത്തിന് തത്തുല്യമായ ഇബാദത്തിലേക്ക് പ്രവേശിച്ചവരാണ്. നിങ്ങൾ സുജൂദിലേക്ക് പോയാൽ അഖറബുമായ യകൂനൽ അബ്ദു സുജൂദി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, മനുഷ്യർ അല്ലാഹുവിലേക്ക് അടുക്കുന്നതിൽ വെച്ച് ഏറ്റവും അഖറബാകുന്നത് അവൻ സുജൂദിലാണെന്ന് പറയുന്ന സുജൂദ്. മൂന്നാനാകാശത്തിലുള്ള മലക്കുകളുടെ ഇബാദത്തിന് തത്തുല്യമായ ഇബാദത്താണ്. അവിടെ നിന്ന് നിങ്ങളത് സുജൂദെല്ലാം കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ ഇരുന്നാൽ ആ ഇരുത്തത്തില് നാലാനാകാശത്തിന്റെ മലക്കുകളുടെ ഇരുത്തമാണ് ഇരിക്കുന്നത്. ഇരിക്കുന്നപ്പോഴേ കുളമറ്റത്തെ പള്ളിയിലാ. പക്ഷേ ഈ ഇരുത്തം എടുത്തെടുത്ത നാലാനാകാശം. എന്താ പിന്നെ രണ്ട് സുജൂദ് മുസ്ലിയാരെ? റുക്കു എന്നേ ഉള്ളൂ. എന്താ രണ്ട് സുജൂദ്? മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ മൂന്നാനാകാശത്ത് കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സുജൂദിലായി വീഴുന്ന മലക്കുകളെ കണ്ട്, ഈ സുജൂദിലായിരിക്കുന്ന മലക്കുകളെ കണ്ടപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അവർക്ക് സലാം പറഞ്ഞു. തങ്ങൾ അവർക്ക് സലാം പറഞ്ഞപ്പോൾ ആ സലാമിനെ മടക്കി എണീറ്റ് പോയി. വീണ്ടും സുജൂദിലേക്ക് വീണുപോയി. അതാണ് നിങ്ങൾ ആദ്യം സുജൂദ് ചെയ്ത് പിന്നീട് അതിന്റെ സുജൂദിന് ശേഷം പിന്നീട് ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വന്ന് വീണ്ടും സുജൂദ് ചെയ്യുന്ന മലക്കുകൾ അവിടെ ചെയ്ത പ്രവൃത്തിയാണ്. കുറെ കാലമായാലും വിസ്തരിക്കുന്നു. കഴിയില്ല. തങ്ങളെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നാലാനാകാശത്തിരുന്നു കൊണ്ട് ആ നാലാനാകാശത്തിന്റെ രഹസ്യങ്ങൾ പുലർന്നുകൊണ്ടും മനസ്സിലാക്കി അവിടെ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ അമ്പിയാക്കളെ കണ്ടിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. മലക്കുകളെ കണ്ടിട്ടുണ്ട്. ധാരാളം അത്ഭുതങ്ങൾ കണ്ടു. മഹാനായ ഉമർ ഖാദി തങ്ങൾ പറയുന്നു, منذ الخلائق من جهنم في غدي. ഒരുപാട് രഹസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മഹാനായ നബിയ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളത് നാലാകാശത്ത് നിന്ന് അഞ്ചാകാശത്തേക്ക് കിടക്കുമ്പോൾ അവരെ അല്ലാഹുവിനെ തസ്ബീഹ് മലക്കുകളെയാണ് കാണാൻ കഴിയുന്നത്. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. തസ്ബീഹുമായ അന്തരീക്ഷമാണ്. അവിടെ നിന്ന് ആറാനാകാശത്തേക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഞങ്ങൾ കടന്നപ്പോൾ അവിടെ അല്ലാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളെയാണ് കാണാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്.
മലക്കുകൾ മുഴുവനും അല്ലാഹുവിനെ ഹംദ് ചെയ്യുകയാണ്. ഏഴാം ആകാശത്തേക്ക് റസൂലുള്ളാഹി അലൈഹി വസല്ലം നിങ്ങൾ കടന്നപ്പോൾ അവിടെ അല്ലാഹുവിനെ തക്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ എന്ന തക്ബീറുകളാണ്. ആ തക്ബീറുകളാൽ മുഖരിതമായ അന്തരീക്ഷമാണ് കാണാൻ കഴിഞ്ഞത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം നിങ്ങൾ ആഗ്രഹിച്ചു പോയി ഇതുപോലുള്ള തക്ബീർ തഹ്മീദ് തക്ബീർ തസ്ബീഹ് കൊണ്ടും ഈ ജാതി അമലുകളെ കൊണ്ടും അതുപോലെയുള്ള ഒരു അമൽ എനിക്ക് മുഹമ്മദിമാർക്കും ലഭിച്ചെങ്കിൽ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹിച്ചു പോയി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതാണ് നിങ്ങൾ ഏതാം തക്ബീറത്തിൽ ഇറാമിലേക്ക് അതാ നിസ്കരിക്കാതിരുന്നോ അല്ലാഹു അക്ബർ എന്ന് കൈയെത്തുമ്പോൾ ഈ തക്ബീർ എടുത്ത തക്ബീറ ഏഴാം ആകാശം. അപ്പൊ ഈ കൈയിന്റെ വിരലുകൾ എവിടെ മുട്ടുന്നു? ഏഴാം ആകാശത്തിൽ മുട്ടിയതുപോലെ നിങ്ങളെ കൈയായി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഈ കൈ എവിടെയാണ്? ഈ തക്ബീറിന്റെ വരികൾ എവിടെ? ഏഴാകാശത്തിന്റെ മലക്കുകളോടൊപ്പമാണ് നിങ്ങൾ തക്ബീർ ചൊല്ലുന്നത്. ഏഴാകാശവും അതിന്റെ താഴെയുള്ള എല്ലാം ഒതുക്കി പിടിച്ച് എന്റെ കൈയിന്റെ ചുവരിലാക്കിയതുപോലെ ലോകം മുഴുവൻ തുലിൽ തുമ്പിലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കാണാം. ആ മൊബൈലിന്റെ പരസ്യം കാണാമെങ്കിൽ ഇതല്ല. ലോകം മുഴുവനും ഏഴാകാശവും ഭൂമിയും അടക്കി പിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പാദം ഭൂമിയിലാണ്, പക്ഷേ ശിരസ്സയുടെ കിടക്കുന്ന അരിശല പൊട്ടിക്കിടക്കുന്ന ഭാഗം കൈകൾ മുഴുവനും ഏഴാകാശവും ഒതുക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ തക്ബീറിൽ മുഖരിതമാകണ്ടേ നിങ്ങൾ നിൽക്കുന്നത് അല്ലാഹുവിന്റെ ഗേഹമായ ബൈത്തുൽ കാബത്തിലേക്ക്. إن أول بيت وضع للناس للذي ببكة مباركا قال الله عز وجل. ആദ്യമായി ലോകത്ത് എടുക്കപ്പെട്ട വീടാകുന്ന ബൈത്തുൽ കഅബയിലേക്ക് തിരിഞ്ഞേൽക്കുന്നേ. നിങ്ങളുടെ ഭൂമി നിങ്ങളുടെ കാലഭൂമിയിലാണ്, പക്ഷേ നിങ്ങളുടെ ശിരസ്സോടെ കേൾക്കുന്നേ. നിങ്ങൾ ഏഴാകാശവും വിട്ട് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ തിരുഹദറത്തിലേക്ക് എത്തിയതുപോലെ കൈകൾ ഏഴാകാശവും ഒതുക്കി പിടിക്കുന്നത് പോലെ ഏഴാകാശത്തിലെ മലക്കുകൾ പറയുന്ന തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ അതിനേക്കാൾ ലബ്ധത്തുള്ള അതിനേക്കാൾ മനുഷ്യന്റെ സന്തോഷമുള്ള അവസ്ഥ എന്താ? അതാണ് അല്ലാഹുവിന്റെ ആരിഫ്യങ്ങൾ പറഞ്ഞത്. അവനങ്ങനെ നിന്നാൽ അവൻ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങനെ വർഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ അതൈനാക നബിയെ തങ്ങൾക്ക് തന്നിരിക്കുന്നു ഖൈറുൻ കസീർ, ധാരാളം ഖൈർ തന്നിരിക്കുന്നു നബിയെ. ഖൈറിന്റെ കൂമ്പാരം തന്നെ അങ്ങേക്കാണ്. അതിന്റെ ഉടമസ്ഥലങ്ങൾ ഫസല്ലി ലിറബ്ബിക, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കൂ നബിയെ. പ്രിയമുള്ള സഹോദരികളെ, അവസാനിച്ചില്ല. ആ وجهي للذي فطر السماوات والأرض. പടച്ചവനെ, ആകാശഭൂമിയെ മുഴുവനും സൃഷ്ടിച്ച, ഏഴാകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച, അതിലുള്ള സർവമാന വസ്തുക്കളെയും സൃഷ്ടിച്ച, മലക്കുകളെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത, ഏഴാം ആകാശത്തിൽ തക്ബീറുണ്ട്, ആറാം ആകാശത്തിൽ ഹംദുണ്ട്, അഞ്ചാം ആകാശത്തിൽ തസ്ബീഹ് കൊണ്ട്, ഇങ്ങനെ ഏഴാകാശത്തിലും കോടിക്കണക്കായ മലക്കുകളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു വളർത്തുന്ന റബ്ബേ, നിനക്ക് ഞാൻ മുന്നിട്ടിരിക്കുന്നു, നിന്നിലേക്കാണ് ഞാൻ തിരഞ്ഞിരിക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. എല്ലാ തെറ്റായ കാര്യങ്ങളിൽ നിന്നും വിരമിച്ചുകൊണ്ട് ഞാൻ മുസ്ലിമായി വഴിപ്പെട്ട് നിന്നിലേക്ക് മുന്നിട്ടിരിക്കുന്നു റബ്ബേ എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയുന്ന അവസ്ഥയെ പറ്റി ആലോചിച്ചു നോക്കി. ഈ സമയത്ത് ഈ ലോകവുമായി നിനക്ക് ബന്ധമില്ലാത്ത ഒരവസ്ഥാവിശേഷമല്ലേ നീ നിൽക്കുന്നത്? അല്ലാഹുവിന്റെ മുമ്പിലല്ലേ? അല്ലാഹുവിന്റെ അടിമയായ നീ, അവന്റെ ഭക്ഷണം കഴിക്കുന്ന നീ, അവന്റെ വസ്ത്രം ധരിച്ച നീ, അവന്റെ ശ്വാസം ശ്വസിക്കുന്ന നീ, അവന്റെ വെള്ളം കുടിച്ച നീ,
അവന്റെ ഗേഹമാകുന്ന പള്ളിയിലേക്ക്, അവന്റെ ധാരാകുന്ന വൈത്താകുന്ന പള്ളിയിലേക്ക് കയറിയിട്ട് ഈ ലോകത്തെ ഏറ്റവും ഹൈറായ സ്ഥലം മസാജിദ് പള്ളികളാകുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ പള്ളിയിലേക്ക് കയറിയിട്ട് നീ ഭൂമിയിലേക്ക് നിന്റെ ശിരസി ആകാശവും കവർന്നുകൊണ്ട് അങ്ങേ ഭാഗത്ത് നിൽക്കുന്നത്, കൈകൾ ആകാശം മുട്ടിപ്പിടിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നീ പറയുന്ന ഈ ഭൂമി ലോകത്തെ അല്ല വാനലോകത്തെ മുഴുവനും വെളുത്തുമ്പിൽ ഒതുക്കിക്കൊണ്ട് കൈകെട്ടിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പറയുന്നത് ഇതിലുള്ള സർവമാന ചിന്തകളെയും ഉപേക്ഷിച്ച് എല്ലാം മാറ്റിലെത്തിക്കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നിന്നോട് പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു മുശ്രിക്കായിട്ടില്ല, ശിർക്കിന്റെ ഒരു പ്രവർത്തനം പോലും എന്നിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ അല്ലാഹുവിനോവിൽ പറയല്ലേ. ആലോചിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ വജ്ജത്ത് നീ കഴിഞ്ഞതിന് ശേഷമായി അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ സംക്ഷിപ്തമായ സൂറത്ത്, എല്ലാം ഒരുമിച്ച് കൂടിയ സൂറത്ത്, 4 വേദങ്ങളും തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഫുർഖാനുൽ അദീം മുഴുവനും ഖുർആനിൽ ഒതുക്കിയിട്ടുണ്ടെന്നും ഖുർആനിന്റെ എല്ലാ അർത്ഥവും ഫാത്തിഹയിൽ ഒതുക്കിയിട്ടുണ്ടെന്നും ആ ഫാത്തിഹയുടെ സർവാർത്ഥവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ ഒതുക്കിയിട്ടുണ്ടെന്നുമാണ്. അഥവാ 100 ഏടുകളെ അല്ലാഹു തആല ഇറക്കി, 4 വേദങ്ങളെ അല്ലാഹു തആല ഇറക്കി, ഈ 4 വേദങ്ങളെ മുഴുവനും ഖുർആനിൽ ഒതുക്കി, ആ ഖുർആനിന്റെ എല്ലാം ഫാത്തിഹയിൽ ഒതുക്കിയിട്ട് അഥവാ നീ ഫാത്തിഹ ഓതുമ്പോൾ നീ മനസ്സിലാക്കത്തു മൂസ നബി അലൈഹിസ്സലാമിന് ഇറക്കി കൊടുത്ത തൗറാത്ത്, ഈസ നബി അലൈഹിസ്സലാമിന് ഇറക്കി കൊടുത്ത ഇൻജീൽ, മറ്റ് അമ്പിയാക്കളിലേക്ക് ഇറക്കിപ്പെട്ട 100ഓളം ഏടുകള്, സബൂർ തുടങ്ങിയുള്ള എല്ലാ വേദങ്ങളും ഓതിപ്പിടിച്ചവനെ പോലെയായി. എല്ലാം ഓതിയ ഫാത്തിഹ ഓതി കഴിയുമ്പോൾ തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഫുർഖാനുൽ അദീം മുഴുവനും ഓതിയ 4 കിതാബേയും മറ്റുള്ള സുഹഫേയും നായനരുളാലേ ഓതി ഉണർന്നോവരേ. ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെയായി. ആ ഫാത്തിഹയും കഴിഞ്ഞ് ഖുർആനിൽ നിന്നൊരു സൂറത്ത് നീ ഓത്, അത് സുന്നത്താണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമേ ഇല്ല. അങ്ങനെ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്ത് ഓതിയിട്ട് 7ാം ആകാശത്ത് നീ താഴുകയാണോ, റുക്കൂഇലേക്ക് പോകുമ്പോൾ 2ാം ആകാശത്തേക്ക് വന്നവനെ പോലെ ആ റുക്കൂഇൽ നിന്ന് നീ എണീറ്റ് വീണ്ടും ഇത്തിദാലിലേക്ക് പോകുമ്പോൾ വീണ്ടും 7ാം ആകാശത്തേക്ക് വരും. മബൈന റബ്ബിൻ വൽ കലീബി തറമദാ ഖഫീഫ മഫ്റൂലിൻ അലൈഹി തസന്നദാ 50 نعب الخمس حتى عددا إذ ذا يكلم ربه تكليما صلي عليه وسلم تسليما يا رب صل. പടച്ച തമ്പുരാനെ, എന്തൊരു കൽബ! വിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തീരെ അങ്ങോട്ട് പോകും. എത്ര മിനിക്കാലും നന്നാവാത്ത, കഴുകിയാലും ശുദ്ധിയാവാത്ത, തുടച്ചാലും തിളങ്ങാത്ത ഒരു ജാതി സാധനമായിരിക്കും. അതൊന്നും ഇനിയുള്ള കാലം വേണ്ട. വല്ല ഡ്രാമേ വല്ല ഡാൻസൊക്കെ നടത്തലാണ് നല്ലത്. സുജൂദിലേക്ക് അവൻ പോകുന്നു. റുക്കോയിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ 2ാം ആകാശത്ത് നിന്ന് 3ാം ആകാശത്തിലേക്ക് ഉയർന്നതിനെ പോലെ ആ
സുജൂദിൽ നിന്ന് വീണ്ടും അതാ ഉയർന്നുകൊണ്ട് ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരുമ്പോൾ നാലാം ആകാശത്തിലേക്ക് പറയുന്നത് പോലെ 2-ൽ നിന്ന് 3, 3-ൽ നിന്ന് 4, 4-ൽ നിന്ന് വീണ്ടും എണീറ്റ് പോകുമ്പോൾ 7-ാം ആകാശത്തേക്ക് കടന്നതുപോലെ സുജൂദിൽ അവൻ തസ്ബീഹ് ചൊല്ലുമ്പോൾ 6-ാം ആകാശത്തിൽ പ്രവേശിച്ചതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന സുജൂദിൽ പറയുമ്പോൾ 6-ാം ആകാശത്തിലേക്ക് കയറിയനെ പോലെ തസ്ബീഹ് ചൊല്ലുമ്പോൾ 5-ാം ആകാശത്തിലേക്ക് കയറിയതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുമ്പോൾ 6-ാം ആകാശത്തിലേക്ക് തക്ബീർ ചൊല്ലുമ്പോൾ 7-ാം ആകാശത്തിലേക്ക് ഇങ്ങനെ ആകാശങ്ങൾ മാറി 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 സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് ഈ അല്ലാഹുവിന്റെ പരീക്ഷണമല്ലേ, പ്രത്യേകമായ കോടതിയല്ലേ ഇത്? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. മബൈന റബ്ബിൽ കലീമി തറല്ലദ തഫീഫ മബ്റൂലിൻ അലൈഹി തശല്ലദ ഹംസീന ലബൽ ഖംസി ഹത്താ ഹംദിദ ഇർജായി കല്ലിമ റബ്ബിഹി തക്ലീമാ. മൂസ നബി അലൈഹിസ്സലാം ഹബീബായ നബിയെ മേറാജിന്റെ രാത്രിയിൽ വഴിയിലേക്ക് കടന്നെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അജായിബ് ഖുദ്റത്തുകൾ മുഴുവൻ മനസ്സിലാക്കി. ഹത്താ ബിബഹരിൻ നൂരി ബിദിനിൻ വഖദ് ബിശക്തിഹി റൂബൻ ഫബദ്ദാബതക് ലനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അസ്റതു നാദി റബ്ബകൽ ഖയ്യൂമാ. അല്ലാഹുവായി മുനാജാത്ത് ചെയ്യാൻ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ബഹറിൻ നൂറിന്റെ കരയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മാറി റഫ്രഫുൽ അഖ്ബർ എന്ന് പറയുന്ന പ്രത്യേകമായ വാഹനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അദറത്തിലേക്ക് തന്നെ അല്ലാഹുവുമായി അഭിമുഖമായി സംഭാഷണം ചെയ്ത് തിരിച്ചു വരുന്നു. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, 4-ാം ആകാശത്ത് അല്ല നബിയെ, അവിടത്തേക്ക് അല്ലാഹു എന്താ തന്നത്? എനിക്ക് പ്രത്യേകമായി അതിയായി എനിക്ക് ഉമ്മത്തിമാർക്കും 50 നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇത് ചുരുക്കി കിട്ടാൻ വേണ്ടി പറയണം. അങ്ങനെ ഇതുമായി യഥാ ദുനിയാവിലേക്ക് ചെന്നാൽ അങ്ങനത്തെ ഉമ്മത്തിമാർ ശേഷിയില്ലാത്തവരാണ്, അവരനുസരിക്കാതെ വരും. നബിയെ ചുരുക്കി കിട്ടാൻ വേണ്ടി പറയണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ അദറത്തിലേക്ക് മടങ്ങുന്നു. 5 ചുരുക്കി 45 കൊടുക്കുന്നു. വീണ്ടും മൂസ നബി അലൈഹിസ്സലാം പറയുന്നു, പോരാ, ചുരുക്കണം നബിയെ. വീണ്ടും അല്ലാഹുവിന്റെ അദറത്തിലേക്ക് ചെന്ന് 40 അവരിന് വീണ്ടും മൂസ നബി അലൈഹിസ്സലാം ശഫാഅത്ത് ചെയ്യുന്നു. 5 വീണ്ടും ചുരുക്കി 35 ഇങ്ങനെ ചുരുക്കി ചുരുക്കി മഹാനായ ഖാദി ഉമർ ഖാദി തങ്ങൾ പറഞ്ഞു, മബൈന റബ്ബിഹിം വൽ കലീമി തറന്തദ. മൂസ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹുവിന്റെയും ഇടയിൽ മടങ്ങി 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 വന്നില്ലയോ നബിയെ? 5 ചുരുക്കി 50 നബിയെ. ഈ തറദ്ദുദ് നിസ്കാരത്തിൽ കാണാം. നിങ്ങൾ നിൽക്കുമ്പോൾ ഭൂമിയിൽ കാലാണ്, നിങ്ങളുടെ ശിരസ് വാനം മുട്ടുവാർ 7 ആകാശവും മുട്ടിയിട്ട് 7-ാം ആകാശത്തിലുള്ള തക്ബീർ കൊണ്ട് ജോലിയാകുന്നു. പിന്നെ നിങ്ങൾ റുക്കുവിലേക്ക് പോകുമ്പോൾ അതാ 2-ാം ആകാശത്തേക്ക് വരുന്നേ, അതിൽ ചൊല്ലുന്ന തസ്ബീഹ് 5-ാം ആകാശത്തിലേക്ക് മടങ്ങുന്നേ. മാ ബൈന റബ്ബിഹിം വൽ കലീമി തറദ്ദദ. ഈ തറദ്ദുദ് ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നേ. അവിടുന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ 3-ലേക്ക് മടങ്ങുന്നു, അതിലുള്ള തസ്ബീഹ് കാണുമ്പോൾ 6-ലേക്ക് മടങ്ങുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തറദ്ദുദായി മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ അരികിലേക്ക് മടങ്ങി മടങ്ങി വന്നതുപോലെ നിങ്ങൾ മടങ്ങി മടങ്ങി ആകാശങ്ങൾ മുഴുവനും ഒതുക്കി ഒതുക്കി വരുന്നു. ആയില്ല, നിങ്ങളതാ തഹയ്യാത്തിൽ ഇരുന്നുകൊണ്ട് ആ ഇരുത്തത്തിലായി നിങ്ങൾ പറയുന്നത് അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്. അത്തഹിയ്യാത്ത് ഓതുന്നു. ഇതെന്താ? ഇത് 7 ആകാശവും വിട്ട് ആയിരക്കണക്കാ ഹിജാബുകൾ നീങ്ങി ജിബ്രീൽ അലൈഹിസ്സലാം ബഹറുൻ നൂറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ദഅനി തഖദ്ദം,
നബിയെ തങ്ങൾ എന്നെ ഉപേക്ഷിക്ക്, ഒഴിച്ചാൽ ഞാൻ അങ്ങോട്ട് വെച്ചാൽ അഹ്തറക്കത്ത് ഞാൻ കരിഞ്ഞു വീഴും, അള്ളാഹുമായി മുനാജാത്ത് ചെയ്യൂ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിട്ട് അപ്പോഴാണ് റഫ്റഫുൽ അഖ്ബർ എന്ന് പറയുന്ന പച്ചമേഘത്തിലൂടെ സഞ്ചരിച്ച 1000 ഹിജാബുകൾ നീങ്ങി റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അരികിലേക്ക് കാബ ഖൗസൈനി ഔ അദ്നാ ആ സ്ഥലത്തെത്തി അള്ളാഹുമായി അഭിമുഖമായി സംഭാഷണം ചെയ്യുന്ന അള്ളാഹുവിന്റെ നഗ്നനയനങ്ങളാൽ കാണുന്നേ എനിക്ക് നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് ഊഹിക്കാൻ കഴിയുന്നതല്ല. തഅലല്ലാഹു അമ്മാ ഫിൽ ഖിയാലി വമാ ഇൻ ജൗഹറുൻ റബ്ബി വഅറവി വലാ കുല്ലും വബഅദുൻ ദുസ്തിമാലി. ഒരിക്കലും ഞാനും നിങ്ങളും ഉദ്ദേശിച്ചാൽ ഉദ്ദേശിക്കുന്നതല്ല. അള്ളാഹു അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അങ്ങനെ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നഗ്നനയനങ്ങളാൽ ഷഫീഅന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ കണ്ട മാത്രയിൽ അള്ളാഹുവിനോട് പറയുന്നു, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ്. തഹിയ്യത്ത് അതാണ് നാലാനാകാശത്ത് വെച്ചുകൊണ്ട് ഏഴാകാശവും വിട്ട് ബഹറിനോറും വിട്ട് കാബ ഖൗസൈനിയും അദ്നാ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാഷണം ചെയ്ത സംഭാഷണമാണ്. അപ്പോൾ തഹിയ്യാത്തിലാണ് ഇരിക്കുന്നെങ്കിലും നിങ്ങളിവിടെ അരിശ് വിട്ട് കൂൽസ് വിട്ട് കാബ ഖൗസൈനിയും അദ്നായിൽ എത്തിക്കൊണ്ട് സംസാരിക്കുന്ന സംസാരമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടവരായി ജീവിച്ചു ഭരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അതുപോലെ മലക്കുകളും എല്ലാം കൂടി ഒരുമിച്ച് കൂടിയ സമയം اتفاق نبينا بالأنبياء وكرام رسل الله لما أسريا هنوه تبشيرا بجاه هديا كل يرحب ضاحكا وبسيما صلوا عليه وسلموا تسليما يا رب صل على النبي محمد منذ الخلائق من جهنم في غده ورأى عجائب عالم الملكوت وسرائر الناسوت والجبروت أين مدرس مسجد اللاهوت كمن لذي حواه علوما صلوا عليه وسلموا تسليما يا رب صل على النبي محمد منذ الخلائق من جهنم في غدير إذا ناقشت أشرف الخلق نبي محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതങ്ങൾ പലതും കണ്ടു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട അത്ഭുതങ്ങളിൽ പലതും പറയരുത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയാതിരിക്കാൻ വേണ്ടി ഉണർത്തുകയുണ്ടായി. പറഞ്ഞു പോകരുത്, മറച്ചു വെക്കണമെന്ന് പറഞ്ഞു. പറയാൻ അനുവാദം കിട്ടിയ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ മലക്കിൻ അദീം ഒരു വലിയ മലക്കിനെ കാണാൻ കഴിഞ്ഞു. തീയാൽ സൃഷ്ടിക്കപ്പെട്ട മലക്കാണ്. തീയാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട ഒരു സിംഹാസനത്തിൽ ആ മലക്ക് ഇരിക്കുകയാണ്. ആ മലക്കിന്റെ പ്രത്യേകത, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ആഖിറത്തിന്റെ വർഷങ്ങളിൽ നിന്ന് 1000 വർഷം സഞ്ചരിച്ചാൽ പോലും
ആ മലക്കിന്റെ വീതി അഥവാ ഒരു തൂണിൽ നിന്ന് മറ്റേ തൂണ് വരെ എത്താൻ സാധ്യമല്ല. ആ മലക്കിന്റെ മുമ്പിലും പിമ്പിലും എന്നുവേണ്ട ചുറ്റുഭാഗത്തായ വളരെ പരിപരുത്ത സ്വഭാവക്കാരായ, കണ്ടാൽ ഭയം തോന്നുന്ന, വളരെയേറെ ശുദ്ധത്തോടുകൂടി പെരുമാറുന്ന നിരവധി മലക്കുകൾ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരും ആ മലക്കിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുകയാണ്. ഭയം തോന്നുന്ന ആ മലക്ക് ചിരിക്കുന്നില്ല. മുഖത്ത് നോക്കിയാൽ ഗാംഭീര്യമാണ്. ആ മലക്കിന്റെ പ്രത്യേകത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്. അതുപോലെ മറ്റൊരു മലക്കിനെ കണ്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, മൻ ഹാദൽ മലക്കുൽ, ആരാണ് ഈ മലക്ക് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹാദാ മാലികുൻ ഹാസിലുൻ നാർ, ഇത് നരകത്തെ കാക്കുന്ന മലക്കാണ്. ആ മലക്കിനോടടുത്ത് ചെല്ലുക, സലാം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് ചെന്നു, സലാം പറഞ്ഞു. അപ്പോൾ മലക്ക് ഹാസിനാറായ മാലിക്കുന്ന മലക്ക് സലാം മടക്കി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ മാലികു ഹാദാ ഹബീബുല്ലാഹ്, അല്ലയോ മാലിക്കുന്ന മലക്ക്, ഇത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോൾ ആ മലക്ക് തല ഉയർത്തി എന്നിലേക്കൊരു നോട്ടം നോട്ടി. ഫലം അറ മിനൽ മലായികത്തി അഅ്ളമ മിൻഹു ഖൽഖാ വലാ അക്ബറ മിൻഹു വജ്ഹാ വലാ അഅ്ളമ മിൻഹു ശഖ്സാ ശദീദൽ ബത്ശി ളാഹിറൽ ഗദബി ലൗ അസ്റഫ ഇല ദുനിയാ ലമാതു. അതുപോലുള്ള ഒരു വലിയ മലക്കിനെയോ മുഖം അത്രയും വലിയത്, ഇങ്ങനെയുള്ള ഒരു പ്രകൃതിയുള്ള ആകൃതിയുള്ള ഒരു മലക്കിനെ ഞാൻ കണ്ടിട്ടേയില്ല. മാലിക്കെന്ന മലക്കെങ്ങാനും ഈ ലോകത്തേക്ക് ഒന്ന് വെളിവായാൽ സർവരും മരണപ്പെട്ടു പോകും. ആ മലക്കിനെ കണ്ടോ, അടുത്ത് ചെന്ന് സലാം പറഞ്ഞു. എന്റെ കാലിടറാൻ തുടങ്ങി. ഞാൻ ഭയപ്പെട്ടുപോയി. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ലാ ഖൗഫ അലൈക ലദാ മാലികുൻ ഖാസിലുൻ നാർ ഖുലിക മിൻ ഗളബിൻ ലലാ ഗളബ. ദേശത്തിന്റെ മേൽ ദേശമായി, ഗളബിന്റെ മേൽ ഗളബോടുകൂടി അല്ലാഹു തആല സൃഷ്ടിച്ച മഹാമലക്കാണ്. പക്ഷേ നബിയെ തങ്ങൾക്ക് ആ മലക്കിനെ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു തആല റഹ്മത്ത് എന്ന് പറയുന്ന ഒന്നും തന്നെ ആ മലക്കിന്റെ കൽബിൽ സൃഷ്ടിച്ചിട്ടേയില്ല. ശത്രുക്കളെ എന്ന് വേണ്ട ദോഷികളെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ച മലക്കാണ് എന്ന് പറഞ്ഞു. പിന്നീട് പറയാണ്, കുല്ലുനാ നർഅബു മിൻഹു, ഞങ്ങളെല്ലാം ആ മലക്കിന് ഭയപ്പെടുന്നവരാണ്. അതിനുശേഷം മാലിക്കുന്ന മലക്കിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മാലിക്കു, അല്ലയോ മാലിക്കുന്ന മലക്ക്, ലാ തൻദുർ ഇലാ ഹബീബില്ലാഹി ബിൽ ഹൈബ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹൈബത്തോടെ നോക്കരുത് കേട്ടോ. അവിടുന്ന് ഭയന്നു പോകും, അവിടുത്തെ കൽബ് പൊട്ടിപ്പോകും. അതുകൊണ്ട് എങ്ങനെ നോക്കരുത്, റഹ്മത്തോടെ നോക്കണം. പക്ഷേ റഹ്മത്ത് അല്ലാഹു തആല കൽബിന്റെ മലക്കിന്റെ കൽബിൽ ശ്രദ്ധിച്ചിട്ടേയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മത്തിമാർക്ക് നരകത്തിലുള്ള അവസ്ഥയെപ്പറ്റി ഒന്ന് വിവരിച്ചു തരാൻ വേണ്ടി മാലിക്കുന്ന മലക്കിനോട് പറയണേ. എന്റെ ഉമ്മത്തിമാർക്ക് നരകത്തിലുള്ള അദാബിനെപ്പറ്റി വിവരിച്ചു തരാൻ വേണ്ടി പറയണേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സമിഅതു മിൻഹു സൗതൻ കർറഅദി അൽ ഖാസിഫ്, വലിയ ഇടിവെട്ടുന്ന ഒരു ശബ്ദം പോലെ ആ മലക്ക് ഉച്ചരിക്കാൻ സംസാരിക്കാൻ തുടങ്ങി. യാ ജിബ്രീൽ ലി ഉമ്മത്തി മുഹമ്മദിൻ തബഖും മിനൻ നാർ, അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിമാർക്ക് നരകത്തിൽ നിന്ന് ഒരു വലിയ തട്ട് തന്നെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു,
ആ ഉമ്മത്തിമാരിൽ എന്റെ ഉമ്മത്തിമാരിൽ ആരെല്ലാം നരകത്തിൽ കടക്കുന്നു എന്ന് പറയുക. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, മാലിക് എന്ന മലക്ക് പറയുന്നു, മുൻ തരക്ക സലാത്ത മുതഅമ്മിദൻ മിനൽ റിജാലി വന്നിസാ, കൽപ്പിച്ചുകൂട്ടി നിസ്കാരത്തെ ഉപേക്ഷിച്ച സ്ത്രീകളും പുരുഷന്മാരും നരകത്തിൽ കടക്കുക തന്നെ ചെയ്യും. നിസ്കാരം ഉപേക്ഷിക്കുന്നവരുണ്ട്. നദറ് കൊണ്ട് ഉപേക്ഷിച്ചാൽ തന്നെ ഖളാ വീട്ടേണ്ടതല്ലേ. കൽപ്പിച്ചുകൂട്ടി നദറില്ലാതെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ നിരവധി നമ്മുടെ ഇടയിലുണ്ട്. ഇബ്ലീസെ കാണാൻ കൊതിച്ചുള്ള ലോകര് നിസ്കാര കള്ളനെ കണ്ടിട്ടറിവീരേ എന്ന് പണ്ടൊരാള് പാടി. അതായത് ഒരാൾ ഇബ്ലീസിനെ കണ്ടു, ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസിനെ കണ്ടപ്പോൾ ഇബ്ലീസിനോട് സന്തോഷത്തോടുകൂടി സംസാരിച്ചു. അപ്പോൾ ഇബ്ലീസ് ചോദിക്കുക, അല്ല മനുഷ്യ, ഒരാളും എന്നെ ശപിക്കാത്തതില്ല. നീ എന്നോട് വളരെ സന്തോഷത്തോടും സൗമ്യതയോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി സംസാരിച്ചതെന്താ? എല്ലാവരും നിന്നെ ശപിക്കുന്നതുകൊണ്ട് എനിക്ക് നിന്നോട് വളരെ ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്ലീസിനോട് ചോദിച്ചു, എനിക്കൊരു കാര്യമുണ്ട്, അത് നീ പറഞ്ഞു തരണം. എന്താണത്? ഞാൻ നിന്നെപ്പോലെ ആവാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. ഇബ്ലീസ്, നിന്നെപ്പോലെ ഞാൻ ആവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ താമസമില്ല, പെട്ടെന്ന് തന്നെ ഇബ്ലീസ് മറുപടി പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുക, എന്നാൽ എന്നെ പോലെയാകും. നിസ്കരിക്കാതിരുന്നാൽ എന്നെപ്പോലെ നിനക്കാവാം. പിന്നെ വാ തുറന്നാൽ നുണ പറയുക. ഈ രണ്ട് കാര്യം നീ ശരിയായി ഇയാളെ വിടിയാൽ എന്റെ മാതിരി ഇനിയാകും. അപ്പോൾ ഇബ്ലീസിന്റെ മാതിരി ആരെങ്കിലും ആവാൻ ഉദ്ദേശിച്ചാൽ നിസ്കാരം ഉപേക്ഷിച്ചോളി, വാ തുറന്നാൽ നുണയും പറഞ്ഞുകൊള്ളുക. അല്ലാഹു തആല ആ രണ്ട് കാര്യങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉടനെ തന്നെ ഈ മനുഷ്യൻ പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ്, എനിക്ക് ബുദ്ധിയുള്ള കാലഘട്ടത്തോളം ഞാൻ നിസ്കാരം ഉപേക്ഷിക്കുകയില്ല, ഞാൻ ഒരിക്കലും നുണ പറയുകയുമില്ല. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, തൈ കലയിൽ കൈവച്ചു, ഈ ജാതി ചതിയിലാണല്ലോ ഞാൻ പെട്ടുപോയത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതാണ് ഇബ്ലീസെ കാണാൻ കൊതിച്ചുള്ള ലോകേറെ നിസ്കാര കള്ളരെ കണ്ടിട്ടറിവീരേ. ഇബ്ലീസിനെ ആരെങ്കിലും കാണാൻ കൊതിച്ചാൽ നിസ്കരിക്കാത്ത സ്ത്രീയെയോ പുരുഷനെയോ കണ്ട് സാധിച്ചു പറയാം. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നിസ്കാരത്തെ കൽപ്പിച്ചുകൂട്ടി ഉപേക്ഷിച്ച ആളുകൾ നരകത്തിൽ പ്രവേശിക്കും. നബിയേ, വശാരിബുൽ ഖംരി മിനൽ റിജാലി വന്നിസാ, കള്ളുകുടിയന്മാര് ഇന്ന് ധാരാളം പെരുകി വരുന്ന ഒരു അസുഖമാണ്. അല്ലാഹു തആല നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. കള്ളു കുടിക്കുക, കള്ളു കുടിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ മറ്റുള്ള എല്ലാ തെറ്റുകളും അതിന്റെ പിന്നിൽ വരും. അങ്ങനെ കള്ളു കുടിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും നരകത്തിൽ പ്രവേശിക്കും. നബിയേ, വസാനി മിനൽ റിജാലി വന്നിസാ, വ്യഭിചാരികളും വ്യഭിചാരിണികളുമായ സ്ത്രീകളും പുരുഷന്മാരും നരകത്തിൽ കടക്കും. നബിയേ, അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വളരെ ശക്തിയായ ഒരു കരച്ചിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ആ കരച്ചിൽ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. ജിബ്രീലേ, മാദൽ ബുക്കാ, എന്താണ് ഈ കരച്ചില്? അപ്പോൾ കറൂബീങ്ങളായ മലക്കുകൾ അവിടുത്തെ ഉമ്മത്തിമാർക്ക് വേണ്ടി കരയുന്ന കരച്ചിലാണ് നബിയേ. ആ കരച്ചിൽ കേട്ടുകൊണ്ട് ഞാനും കരഞ്ഞുപോയെന്ന് നബിയനായ മുഹമ്മദ് റസൂലുള്ളാഹി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ജിബ്രീലേ, നരകമെന്ന് എനിക്ക് കാട്ടിത്തരണേ ജിബ്രീലേ. അതിനുവേണ്ടി മാലിക് എന്ന മലക്കിനോട്
ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അനുസരിച്ച് മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ആ നരകം വന്ന് കാട്ടിക്കൊടുക്കൂ. അപ്പോൾ മാലിക് എന്ന മലക്ക് പറയുകയാണ്, നബിയെ തങ്ങൾക്കതിന് സാധ്യമല്ലല്ലോ, നരകത്തെ കാണാൻ കഴിയില്ലല്ലോ. ആ നരകത്തേക്ക് നോക്കാൻ അവിടത്തേക്ക് സാധ്യമല്ലല്ലോ നബിയേ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മാലിക്കുന്ന മലക്ക് നരകം കാട്ടിക്കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വിളി വരുന്നത്, യാ മാലികു ലാ തുഖാലിഫ് ഹബീബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലയോ മാലിക്കുന്ന മലക്കേ, നിങ്ങൾ എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിലങ്ങുവരികയായി നിൽക്കരുത്, മുഖാലിഫായി നിൽക്കരുത് കേട്ടോ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു മറയങ്ങോട്ട് നീങ്ങപ്പെട്ട്, അപ്പോൾ അതാ വെള്ളിയുടെ ഒരു വലിയ വാതിൽ കാണുന്നു. ആ വെള്ളിയുടെ വാതിലിന്റെ മുകളിലായി ചുവന്ന സ്വർണത്താലുള്ള ഒരു പൂട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്ന 2 വരി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതിയിരിക്കുന്ന 2 വരിയുണ്ട്. മാലിക് എന്ന മലക്ക് ആ പൂട്ടിന്റെ മുകളിൽ കൈ വെച്ചുകൊണ്ട് ചെയ്യുന്നു, പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ പൂട്ട് തുറക്കുകയായി. വാതിൽ അല്പം അങ്ങോട്ട് തുറക്കുന്നു. എത്രത്തോളം? ഒരു സൂചിയുടെ ദ്വാരത്തിന്റെ കതറ നരകത്തിന്റെ വാതിൽ തുറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഫഖറജ മിൻ ദാലിക വഹീജുൻ സാത്തിഉൻ വദുഖാനുൻ നബീബ് ഫഫാരത് النار وارتفعت وهي سوداء مظلمة نبينا محمد رسول الله. അപ്പോഴേക്ക് അതാ നരകത്തിന്റെ ഉള്ളിൽ നിന്ന് വലിയ പുക പുറത്തേക്ക് വരുന്നു. ആലലും പുകയുമെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. നരകത്തിന്റെ തീ പുറത്തേക്ക് അഞ്ഞടിക്കാൻ തുടങ്ങി. എന്ന് തന്നെയല്ല, ആ പ്രദേശം മുഴുവനും ഇരുണ്ടുപോയി. നരകം കറുത്തതായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിന്റെ ലാഭം വരെ കാണാതെ കറുത്തിരുണ്ട് പോയിരിക്കുന്നു. അല്പസമയമെങ്ങാനും അത് നീണ്ടു നിന്നാലമത്ത് സമാവാത്തി വല്ലാത ആകാശഭൂമിയെ മുഴുവനും അത് കിരുളാക്കി കളയും. ഞാൻ ഈ കാഴ്ച നരകത്തിന്റെ ആ ശക്തിയായ ആളലും അതുപോലെ അദാബുകളും കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിലേക്ക് ഞാൻ ഓടി ഒളിച്ചു, പറന്നുപോയി. ജിബ്രീലിനോട് പറയുകയാണ്, മാലിക് എന്ന മലക്കിനോട് പറയണേ, അതടയ്ക്കാൻ വേണ്ടി പറയണേ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുക, വന്ന ഭാഗത്തേക്ക് മടക്കിക്കൊള്ളുക. മാലിക് എന്ന മലക്ക് പറഞ്ഞു, എന്ന് പറയേണ്ട താമസം നരകം അതിന്റെ ഭാഗത്തേക്ക് പോയി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി നാഫി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു, അലാ മുഫ്തദിൻ മിൻ ഹംദി നാരി അമീമതി ഉലു ഫാസിലിദാതിക തുഹമാ വതുസ്അറു സ്വലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അല അറിയണം. മുഫ്തദിൻ അല മുഫ്തദിൻ അല്ല, രക്ഷപ്പെടുത്തുന്നവരില്ലേ. മിൻ ഹദ്ദി നാരി അനീമതി, ഭയാനകമായ അദാബുകളുടെ നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഈ ലോകത്ത്
ആയിരക്കണക്കിന് വർഷങ്ങളോളം ആളിക്കത്തിക്കപ്പെട്ട നരകത്തിൽ എന്തും മുറിയുകയും ചെയ്യുന്ന അദാബ് കേട്ടുകൊണ്ട് അതിനെപ്പറ്റി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന രക്ഷ തേടുന്ന ആളുകളെ ലോകത്തിൽ കാണാനില്ലേ? شرر كالقصر فيها سلاسل عظام وغلال فغلوا وترجروا صلاة وتسليم وأزكى تحيتي ആ നരകത്തിന്റെ തീപ്പൊരികൾ വലിയ മാളികകളെ പോലെയാണ് കേട്ടോ. അതിൽ ചങ്ങലകളുണ്ട്, അതിൽ ധാരാളം ശിക്ഷകളുണ്ട്. മനുഷ്യനെ കുടുക്കി അതിലേക്ക് വലിച്ചെറിയപ്പെടുന്നുണ്ട്. ദോഷികളും തെറ്റുപ്രവർത്തിച്ചവരും കള്ളന്മാരും കല്ലൂടിയന്മാരും വ്യഭിചാരികളും പലിശവാകുന്നവരും എന്നുവേണ്ട വാദമാറവരാക്കി എതിര് പ്രവർത്തിക്കുന്നവരും തുടങ്ങി ദോഷികളായ ആളുകളെ അല്ലാഹു തആല അതിൽ ശിക്ഷിക്കപ്പെടുന്ന 7 തട്ടുകളുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ വൈദാ ഫീഹാ സബഅ തബഖാത്തിൻ ബഅദുഹാ ഫൗഖ ബഅദ 7 തട്ടുകൾ അതിനുണ്ട്. ബാലന്റെ മുകളിൽ ചിലതിന്റെ മുകളിലായി കയറി കിടക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയാണ് മേലെ തട്ട് തന്നെ 70ഓളം നരകത്തിന്റെ ബഹറുകളുണ്ട്. തീയാലുള്ള സമുദ്രങ്ങളാൽ നിറഞ്ഞു കിടക്കുന്നു. ഓരോ ബഹറിന്റെയും കരയിലായി 70ഓളം വരുന്ന വലിയ തീയിന്റെ പട്ടണങ്ങൾ കാണാം. തീ പ്രത്യേകമായി കൂടി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ 7 ലക്ഷത്തോളം വരുന്ന നരകത്താൽ സൃഷ്ടിക്കപ്പെട്ട് തീയാൽ സൃഷ്ടിക്കപ്പെട്ട വീടുകൾ അതിലുണ്ട് കേട്ടോ. എല്ലാറ്റിലും ധാരാളം ശിക്ഷകളുണ്ട്. അവിടെ തീയാൽ സൃഷ്ടിക്കപ്പെട്ട തേളുകളുണ്ട്, പാമ്പുകളുണ്ട്. ഒരുപാട് ശിക്ഷക്കായി അല്ലാഹു തആല തയ്യാറാക്കി വെച്ച ഒരുപാട് സാമഗ്രികൾ അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതിനെല്ലാം അട്ടഹാസം കേൾക്കുന്നു, അതിനെല്ലാം ദീനരോധനവും കേൾക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയാം മാലികു ഖദ് ഹഖ അലൈനൽ വഈദ്. മാലിക് എന്ന മലക്കേ, ഞങ്ങളോട് വാദാ ചെയ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലായിപ്പോയി. മാലിക് എന്ന മലക്കേ, കരിഞ്ഞ് ഞങ്ങളുടെ ചോരയും അതുപോലെ മാംസവും എല്ലാം കരിഞ്ഞു തീർന്നുപോയി. അല്ലാഹു തആല പറയുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ ഖാല അല്ലാഹു അസ്സ വജൽ. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാണ്, കല്ലുകളാണെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ? ആ നരകത്തിന്റെ വിറകുകൊള്ളികൾ മനുഷ്യരാണ്, അതുപോലെ കല്ലുമാണ് കേട്ടോ. 1000 വർഷങ്ങളോളം കത്തിക്കപ്പെടുന്ന ആ നരകത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ ആഗ്രഹമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, മാകാന ദംബുഹും, ഇവരുടെ ദോഷം എന്തായിരുന്നു? ദുനിയാവിലെ നരകത്തിൽ ഇത്രയും ശിക്ഷ അനുഭവിക്കാനുള്ള ദോഷം എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദാബിന്റെ പട്ടികയിൽ നിരത്തി മാലിക്കുന്ന മലക്ക് പറയുകയാണ്, കാനൂ യദീബൂന അന്നാസ വയഅ്കുലൂന അംവാലഹും വയതകബ്ബറൂന വയതജബ്ബറൂൻ. മനുഷ്യരെ ആക്രമിക്കുകയാണ് 1-ാം നമ്പർ. അമേരിക്കക്കാരനായിരുന്നു, ഇസ്രായേലിയായിരുന്നു. അംവാലഹുമാണ് സ്വത്തുകൾ പറത്തിയെടുക്കുകയായിരുന്നു ജോലി. വയതകബ്ബറൂന വയതജബ്ബറൂന, കിബിർ നടിച്ചുകൊണ്ട് നടക്കുന്നവരായിരുന്നു.
അഹങ്കാരികളാണ്, സ്വത്തുക്കൾ പറ്റി കവർന്നെടുക്കുന്നവരാണ്, അതിന് മാന്തുന്നവരാണ്, അക്കടപാടുകൾ സൂക്ഷിക്കാത്തവരാണ്, പലിശ വാങ്ങുന്നവരാണ്, അറാമായ രൂപത്തിൽ പണം സമ്പാദിക്കുന്നവരാണ്, നീതിയില്ലാതെ കച്ചവടം ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ വിരാസത്തിന്റെ സ്വത്തുക്കൾ, അനന്തരം കിട്ടുന്ന സ്വത്തുക്കൾ പറ്റിയെടുത്തവരാണ്, അതിന്റെ അഹലികാർക്ക് കൊടുക്കാതെ പറ്റിയെടുത്തവരാണ്. ഇന്ന് നാം കാണുന്ന പലതും അക്കൂട്ടത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇങ്ങനെ ധാരാളം അക്രമങ്ങൾ ചെയ്തവരാണ്, ഭൂമിയിൽ അഹങ്കരിച്ച് നടന്നവരാണ്. അഹങ്കാരം അല്ലാഹു തആല ഏറ്റുവെക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രി ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അണുകിട അഹങ്കാരം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അഹങ്കാരമില്ലാത്ത മനുഷ്യനെ കാണാൻ കഴിയുമോ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, പണ്ഡിതന്മാര്, സാദാത്തുക്കള്, എന്നുവേണ്ട സാധാരണക്കാര്, നേതാക്കന്മാര്, കുട്ടികള്, മുതല്ലിമുകള്, നാട്ടിലുള്ള കച്ചവടക്കാരെല്ലാവരും തന്നെ അഹങ്കാരം തൊട്ടു തീണ്ടാത്തവരായില്ല. ഫിർഔനിനേക്കാൾ ഞാൻ നല്ലവനാണെന്ന് ആരെങ്കിലും നടിച്ചുപോയാൽ അവൻ അഹങ്കാരിയാണെന്ന് വിഖ്യാപിച്ച ഇബ്രാഹിമുൽ മഖ്തൂലി റളിയല്ലാഹു അൻഹു അതുപോലുള്ള മഹാത്മാക്കൾ ഇക്കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അഹങ്കാരികളാവരുതേ, സ്വത്തുക്കൾ അന്യായമായി പിടിച്ചു പറ്റരുതേ, നീതിയില്ലാത്ത കച്ചവടം ചെയ്യരുതേ, കൈക്കൂലി വാങ്ങരുതേ, പലിശ വാങ്ങരുതേ, കൊടുക്കരുതേ, അതിനുവേണ്ടി സാക്ഷ്യം നിൽക്കരുതേ, ആ പലിശയുടെ എഴുത്തുകാരനായി മാറരുതേ. ഇതെല്ലാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ കൽപ്പനയല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ കാഴ്ചയിൽ കണ്ടതാണ്, റഅയ്തു അഖ്വാമൻ യബ്ലഊന അന്നാർ. അതാ തീ വിഴുങ്ങുന്ന കുറെ ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. തീ വായിലിട്ട് സബാനിയാക്കളായ മലക്കുകൾ അവരുടെ വായിലിട്ട് കൊടുക്കുന്നു, അത് വിഴുങ്ങുന്നു. വിഴുങ്ങിയ പാത്രയിൽ അവരുടെ പിന്തുവാരത്തിലൂടെ ആ തീ അതുപോലെ പുറത്തേക്ക് വരുന്നു. അവരുടെ കുടലുകൾ മുഴുവനും കരിഞ്ഞു പോകുന്നു. ഇങ്ങനെ അദാബെടുക്കുന്ന ഒരു വിഭാഗത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഭാഗമാണത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരാണെന്നറിയുമേ? ഹൗലാഇ യകലതു അംവാലിൽ യതാമാ വൽ മാ. യതീം കുട്ടികളുടെ സ്വത്ത് അകാരണമായി തിന്ന ആളുകളാണ്. അവർ തിന്നുന്നത് അവരുടെ വയറ്റിൽ തീയാണ് തിന്നുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച വിഭാഗമാണ്. അവരുടെ ജോലി അതാ തീ തിന്നുകൊണ്ടിരിക്കുന്നു. ആ തീ അതുപോലെ പുറത്തേക്ക് വരുന്നു, വീണ്ടും അവരെ കൊണ്ട് തീറ്റിക്കുന്നു. ഏതാണ്? നരകത്തിൽ യതീം കുട്ടികളുടെ സ്വത്തുകൾ തിന്നുന്ന ആളുകളുടെ അദാബാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കണം, യതീംകുട്ടികളുടെ സ്വത്തുകൾ അപഹരിക്കുന്നവരുണ്ട് ഈ ലോകത്ത്, കൊടുക്കാത്ത ആളുകളില്ലേ? അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിച്ചിട്ട് അവർ മനസ്സിലാക്കുക, തീയാണ് അവർ തിന്നുന്നത് കേട്ടോ. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് വയറ് വലിയ മല പോലെ വീർത്തു കിടക്കുന്ന ഒരു വിഭാഗം ആളുകള്. ആ വയറ്റിന്റെ ഉള്ളിലോ നിറയെ പാമ്പുകളും തേളുകളും കടിച്ചുകൊണ്ടും ഇവരെ ഉപദ്രവിച്ചുകൊണ്ടും നിൽക്കുന്നു. അവരെണീറ്റ് നിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. അവർ മുഖം കുത്തി താഴെ വീണു പോകുന്നു. വീണ്ടും എണീക്കാൻ ഉദ്ദേശിക്കുന്നു, കഴിയുന്നില്ല. അവരെ തേളുകൾ കടിക്കുന്നു, പാമ്പുകൾ കൊത്തുന്നു. ഇങ്ങനെ വയറ്റിന്റെ ഉള്ളില് വളരെയേറെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട് വാവിട്ട് നിലവിളിച്ച് കരയുന്ന, മൂക്കുകുത്തി വീഴുന്ന ഒരു വിഭാഗം ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആരാണിതെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് പലിശക്കാരെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. പലിശ
തിന്ന ആളുകളാണ് കേട്ടോ പലിശ വാങ്ങുന്നേ. ഇന്നത്തെ ലോകത്ത് ചെട്ടി വാങ്ങിയിട്ട് പലിശ വാങ്ങുന്നവരില്ലേ, ചെട്ടിക്കുറിക്കാരുണ്ട്. ഇന്ന് പുതിയ ലോകത്ത് കാണാൻ കഴിയും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല ജാതി രൂപത്തിലും പലിശ വാങ്ങുന്നേ. 1000 രൂപ കടക്കും കടം കൊടുക്കുമ്പോൾ 900 കൊടുത്തുകൊണ്ട് 100 ദിവസം കൊണ്ട് അത് പിരിച്ചെടുക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ 10 ദിവസം കൊണ്ട് പിരിച്ചെടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പലിശയായി കൊല്ലു കർലിൻ ജറ മൻഫാത്തൻ ഫഹുവ റിബ ശഫീഅന മുഹമ്മദുർ റസൂലുള്ളാഹി. കടം കൊടുത്തുകൊണ്ട് അതിനാൽ കിട്ടുന്ന ഏതൊരു ഫലവും അത് പലിശയാണ്. നിങ്ങൾ 1000 രൂപ ഒരാൾക്ക് കടം കൊടുത്ത് നേരത്തെ അയാളുമായി പരിചയമുണ്ട്, പക്ഷേ നിങ്ങൾ ഒരിടപാടുമില്ല, നിങ്ങൾക്ക് ചായ വാങ്ങി തരാറില്ല, ഒരു വീടി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കയ്യാൽ തരാറില്ല, സിഗരറ്റ് തരാറില്ല, ഒരു മുറുക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടാറില്ല. പക്ഷേ നിങ്ങൾ 1000 രൂപ കടം കൊടുത്തതിന് ശേഷം ആ കടം വാങ്ങിയ മനുഷ്യൻ നിങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ചായ നിങ്ങൾക്ക് തന്നാൽ ആ ചായ പലിശയാണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സിഗരറ്റ് നിങ്ങൾക്ക് വാങ്ങിത്തന്നാൽ അത് പലിശയാണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ന് വേണ്ട, നിങ്ങളെ ഇരുത്തി അതാ അദ്ദേഹത്തിന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഇറുപ്പത്തിലോ ഇരുത്തി അല്പം ഫാലറ്റ് തന്ന് കാറ്റ് കിട്ടിയാൽ അതും പലിശയാണെന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പലിശയാണ് കേട്ടോ. അങ്ങനെ പലിശ തിന്നുന്ന അടുക്കടി ശിക്ഷയാണ് അവരുടെ വയറ് വീർത്തു പോകുന്നത്. ആ വയറ്റിൽ നിറയെ പാമ്പുകളാണ്. ഒരു ചെറിയ ഇരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബാക്ടീരിയയോ വയറ്റിൽപ്പെട്ടാൽ വിഷമം അനുഭവിക്കുന്നവരല്ലേ. വലിയ വലിയ പാമ്പുകളും തേളുകളും കുത്തി കീറിക്കൊണ്ട് വയറ്റിന്റെ ഉള്ളിൽ വിഷമം ഉണ്ടാക്കുമ്പോൾ അത് സഹിക്കാതെ അട്ടഹസിച്ച് നിലവിളിച്ചു പോകുന്ന അവർ എണീക്കാൻ വേണ്ടി തിരിയുമ്പോൾ മുഖം കുത്തി താഴെ വീണു പോകുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, ആകിലുഹാ വമൂകിലുഹാ വകാതിബുഹാ വശാഹിദുഹാ. നരകത്തിന് വേണ്ടി അല്ല പലിശയ്ക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവര്, ബാങ്കിൽ ജോലിയുള്ള ആളുകള് സൂക്ഷിച്ചിട്ട് പടച്ചവൻ രക്ഷപ്പെടുത്തിട്ട് അതിന് സാക്ഷികളാണ് കേട്ടോ, എഴുതുന്നവരാണ് കേട്ടോ, അല്ലാഹു തആല ലഅനത്ത് ചെയ്ത പാപികളാണ് കേട്ടോ. ബാങ്കിലാണ് ജോലി, അത് അറേബ്യൻ ബാങ്കിലായാലും ഇവിടെയുള്ള ഏത് ബാങ്കിലായാലും ശരി, പലിശക്ക് സാക്ഷിയാണ്. പലിശ വെച്ച് എഴുതുന്നവരാണ്. പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാൻ പാടില്ല. ഞാൻ പലിശ വാങ്ങുന്നില്ല ഉസ്താദേ, നിർബന്ധിതാവസ്ഥയില്ലതാ, ഞാൻ കടം വാങ്ങി പലിശ കൊടുക്കേണ്ടി വന്നതാണ്, ശിക്ഷയിൽ സമമാണ് കേട്ടോ. മിഅ്റാജിന്റെ രാത്രിയിൽ എന്നല്ല, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പോലും പൊറുക്കപ്പെടാത്ത ദോഷമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എത്രയാളുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ പലിശയുടെ കളിയല്ലേ. ഹാജിമാരായിരിക്കാം, പക്ഷേ പലിശ അവർക്ക് ഹലാലാണെന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്. എവിടെ നോക്കിയാലും ഇത് അവസാനിക്കാതെ മുസ്ലിം സമുദായത്തിന് രക്ഷയില്ല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുക, കുല്ലു ലഹ്മിൻ നബത ബിൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ഭക്ഷണം കൊണ്ട് തിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടാകുന്ന സർവ്വ മാംസവും രക്തവും എല്ലാം തന്നെ നരകത്തിനുള്ളതാണ് കേട്ടോ. പലിശ വാങ്ങി നിങ്ങളുടെ കുട്ടികളെ തീറ്റിച്ചാൽ, പലിശ വാങ്ങി നിങ്ങളുടെ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്താൽ, പലിശ വാങ്ങി നിങ്ങളുടെ ഉമ്മയ്ക്ക് ബാപ്പാക്ക് ഭക്ഷണം കൊടുത്താൽ, അതുകൊണ്ടുണ്ടായിത്തീരുന്നത് അവര് മുഴുവനും നരകത്തിലാകുന്നു. ആ ചോറ് ഭക്ഷണം നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനെ കൊടുത്തയച്ചാൽ ആ ഉസ്താദിനെയും നിങ്ങൾ നരകത്തേക്ക് തള്ളിവിടുന്നവരാ.
കൊടുക്കാൻ, മൗലൂദിന് വേണ്ടി വിളിച്ച് പലിശ വാങ്ങിയ കാശ് കൈമടക്ക് കൊടുത്താൽ അതും ശിക്ഷാർഹമാണ് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു തആല മറന്നുകൊണ്ട് കളിക്കരുത്. അവന്റെ ഭൂമിയാണ്, അവന്റെ വായുവാണ് ശ്വസിക്കുന്നത്, അവന്റെ വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നത്, അവന്റെ ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കുന്നത്, അവന്റെ വെളിച്ചമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, അവന്റെ വായുവാണ് നിങ്ങൾ ശ്വസിക്കുന്നത്, അവന്റെ ഉടുപ്പാണ് വസ്ത്രങ്ങളാണ് നിങ്ങൾ ധരിക്കുന്നത്. എല്ലാം റബ്ബിന്റെതാണ് കേട്ടോ. അവന്റെ നിയമം സഹിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ വരാനിരിക്കുന്ന ശിക്ഷ ഭയാനകമാണ്. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കമ്പ്യൂട്ടർ പലിശ, ഇങ്ങനെ പലിശയുടെ തുക മേടിച്ചെന്നാണ് ശരി. അറബികളും സമമാണ്, അനറബികളും സമമാണ്. എല്ലാ സ്ഥലത്തും ഇത് തന്നെ. പാശ്ചാത്യരുടെ ചീത്ത സ്വഭാവം മുസ്ലിമുകളുടെ ഇടയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല. പലിശ കൊടുത്തെന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ പലിശക്കെടുത്ത സ്ഥാനെ കടം വന്നു ദുആ ചെയ്യണം, കേൾക്കൂല. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കുന്നവരല്ല. അവൻ പറഞ്ഞത് കേൾക്കാതെ പലിശക്കെടുത്തവരല്ലേ. നോക്കണം, അവർ എണീക്കാൻ വേണ്ടി നിന്നാൽ സാധ്യമല്ല. യംഹഖുല്ലാഹു റിബാ വയർബി സദഖാത്ത് ഖാല അല്ലാഹു അസ്സ വജൽ. പലിശയെ അല്ലാഹു തആല മായ്ച്ചുകളയും, സദഖയെ അല്ലാഹു തആല വളർത്തുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, സംഭവിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, പ്രത്യേകിച്ച് നാട്ടിലുള്ള ചെറുപ്പക്കാരെ, അല്ലാത്ത എന്റെ സുഹൃത്തുക്കളെ, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ജ്യേഷ്ഠന്മാരോട് എനിക്ക് പറയാനുള്ളത്, കച്ചവടക്കാരോട് പറയാനുള്ളത്, പലിശയുമായുള്ള ബന്ധം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ അത് ഉപേക്ഷിക്കണേ. അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പിന്നെ ഒരു വിഭാഗം ആളുകളെ എനിക്ക് കാണാൻ കഴിഞ്ഞ് അവരുടെ തലക്ക് തീയാലുള്ള കല്ലുകളെ കൊണ്ടിങ്ങനെ അടിക്കുന്നു, തല പൊട്ടിപ്പുണരുന്നു, അതിൽ നിന്ന് എന്തോ ചെയ്യും, അതിൽ നിന്ന് ധാരാളം വസ്തുക്കൾ പുറത്തേക്ക്, തലച്ചോറടക്കം പുറത്തേക്ക് വരുന്നു, തലക്കടിക്കുന്നു, തലയുടെ തലച്ചോറ് പുറത്തേക്ക് വരുന്നു, വീണ്ടും അത് കൂടുന്നു. അവരത് അട്ടഹസിച്ച് നിലവിളിക്കുന്നു. ഒരു രക്ഷയുമില്ലാതെ മാലിക്കുന്ന മലക്കിനെ വിളിച്ചു പോകുന്നേ. മാലികു ഖദ് ഹഖ അലൈനൽ വഈദ് ഖദാ മാലികു ഖദ് സാല മിന്നസ് സദീദ്. എന്റെ ശരീരത്തിൽ നിന്ന് ചലങ്ങൾ താഴെ വീഴുന്നേ, എനിക്ക് അദാബ് സഹിക്കാൻ കഴിയുന്നില്ല മലക്കേ എന്ന് വിളിച്ചു പറയുമ്പോൾ ചിലക്കാനവിടെ കിടന്നുകൊണ്ടുക എന്ന് മലിക്കുന്ന മലക്ക് വളരെ വർഷങ്ങൾക്ക് ശേഷം ഉത്തരം പറയുന്ന ഈ അവസ്ഥയാണ്. തല അങ്ങോട്ടത് അടിച്ചു പൊളിക്കുന്നു, സബാലിയാക്കള് മലക്കൾ അതിന് തയ്യാറായി നിൽക്കുന്നു. ഇങ്ങനെ തലക്കടിക്കുന്നേ, പൊളിക്കുന്നേ, തലച്ചോറ് പുറത്തേക്ക് വരുന്നേ, അവർ നിലവിളിക്കുന്നേ, ഉദ്ധാസിക്കുന്നേ. ആരാണിതെന്ന് അറിയുന്നേ? കൈക്കൂലി വാങ്ങിയവരാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. കൈക്കൂലി കൊടുക്കരുത്, വാങ്ങരുത് എന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ ഉമ്മത്തിമാരല്ലേ ധാരാളം കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കാന്തിമാരുമില്ലേ, ജഡ്ജിമാര്, വക്കീലുമാര്, ജോലിയെടുക്കുന്നവര്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് വേണ്ട ധാരാളം ആളുകൾ കൈക്കൂലി വാങ്ങുന്ന നമ്മുടെ സമുദായക്കാരില്ലേ. മനസ്സിലാക്കണം, നിങ്ങളുടെ തല അടിക്കപ്പെടും, തല പൊളിക്കപ്പെടും, തലച്ചോറ് പുറത്തേക്ക് വരും, വാവിട്ട് കരഞ്ഞ് നിലവിളിക്കും, രക്ഷയില്ല. റബ്ബ് സുബ്ഹാനഹു തആലയുടെ ശിക്ഷയാണ് കേട്ടോ. അവരാരാണ്? അവർ പലിശ വാങ്ങുന്നവരല്ല, പക്ഷേ കൈക്കൂലി വാങ്ങിയവരാണ്. കൈക്കൂലിയെ പറ്റി പറയേണ്ടതുണ്ട്. ഇങ്ങനെ നാം വളരെയേറെ ശോചനീയമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ആരും കൈക്കൂലി
കൂലി വാങ്ങരുതേ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ആ കൂട്ടത്തിൽ കണ്ടതാണ് ചില ആളുകളുടെ കയ്യില് നരകത്താൽ തീയാലുള്ളതായ പാത്രങ്ങളുണ്ട്, ചെറിയ കോപ്പകളുണ്ട്. ആ തീയാലുള്ള കോപ്പകൾ കയ്യിൽ വെച്ചുകൊണ്ട് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് അവർ സഹായം തരുന്നേ. അവർ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് കുടിക്കാൻ വേണ്ടി ദാഹിച്ച് വലഞ്ഞുകൊണ്ട് അല്പം വെള്ളം കിട്ടിയാൽ എന്ന് കൊതിച്ച് അട്ടഹസിക്കുന്ന സമയം സബാനിയക്കളായ മലക്കുകൾ അതായി പാത്രത്തിൽ തീയാലുള്ള പാത്രത്തിൽ ചൂട് വെള്ളം കൊടുക്കുന്നേ. അതിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പ്രകാരം മലക്കുകൾ അതാ പുറയ്ക്കുന്ന തെളിഞ്ഞു പൊളിയുന്ന വെള്ളമാണ് അവർക്ക് നൽകപ്പെടുന്നത്. അത് അവരുടെ ചുണ്ടിൽ വെച്ചാൽ ചുണ്ട് താഴോട്ടിറങ്ങി പോകുന്നേ, മേലെ ചുണ്ട് നെട്ടി നിമിടുന്നവരേത് അങ്ങോട്ട് കയറിപ്പോകുന്നേ. അതങ്ങ് കുടിച്ചാലോ ഘട്ടം ഘട്ടമായി അവരുടെ കുടലുകൾ താഴോട്ട് വീണുപോകുന്നേ, കരിഞ്ഞു വീണുപോകുന്നേ. ഇങ്ങനെ അതാ പഠിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് നബിയന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത്രയും അദാബ് അവരതാ വെള്ളം കുടിപ്പിക്കപ്പെടുന്നേ. ഇങ്ങനെ ഹമീം എന്ന് പറയുന്ന പ്രത്യേകമായ ചുടുവെള്ളമാണ്. ഈ അതിന്റെ മാറ്റം സഹിക്കാൻ കഴിയില്ല. തഫജ്ജറ മിൻ ഫർജില്ലദീ കാന യഫ്തുറു. അതാ വ്യഭിചാരികളും വ്യഭിചാരിണികളുമായ ആളുകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് പൊട്ടിയൊഴുക്കുന്ന മാറുന്ന നരകത്തിലുള്ള ആളുകൾ മുഴുവനും മൂക്കുവത്തിപ്പോകുന്ന ആ വെള്ളം ഒരുമിച്ച് കൂട്ടി ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കുന്നേ. ആരാണിതെന്നറിയുമേ? സാക്ഷാൽ കല്ലൂടിയന്മാരാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കല്ലുകുടിയന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷയാണ്. നോക്ക്, ഇവിടെ കല്ലുപിടിച്ച് ബോധമില്ലാതെ നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ, നിങ്ങൾക്ക് നാളെ മഹ്ശറിയിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ ഇതാണ്. അല്ല, വ്യഭിചാരികളായ ആളുകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ചീഞ്ഞൊലിച്ച നാറിയിട്ട് മൂക്ക് പൊത്തിപ്പോകുന്ന ആ ചീഞ്ചനം വിളിച്ചു വരുമ്പോൾ അത് ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ കുടിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഈ കല്ലുകുടിയന്മാർക്കുണ്ടെന്ന് നബിയുനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാണ് അബ്ദുല്ലാഹി യഫീ തങ്ങൾ പറഞ്ഞത്, തഫജ്ജറ മിൻ ഫർജില്ലദീ കാന യഫ്ജുറു സ്വലാത്തും വതസ്ലീമും. പിന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു വിഭാഗം ആളുകള് അതാസ്താവരും ഇന്ന് നരകത്താലുള്ള സ്റ്റേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് തല കുത്തി കയറുന്നു, താഴോട്ടിറങ്ങുന്നേ, മുഖം കുത്തി അങ്ങോട്ട് കയറുന്നു, കാലുകൊണ്ടല്ല കയറുന്നത്. ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണിതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഖുതബാഉ ഉമ്മത്തിക, അത് തങ്ങളുടെ ഉമ്മത്തിമാരിലുള്ള പ്രസംഗകരാണ്, വയത് പറയുന്ന മുസ്ലിയാക്കന്മാരാണ്, പ്രസംഗിക്കുന്ന ആളുകളാണെന്ന് നബിയനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അവരാരാണെന്നറിയുമോ? യഅ്മുറൂന അന്നാസ ബിൽ ബിർരി വയൻസൗന അൻഫുസഹും. ജനങ്ങളോട് നല്ലത് കൊണ്ട് കൽപ്പിക്കും, പക്ഷേ അവരുടെ ശരീരത്തെ മറന്നുപോകും, നല്ലത് അവർ ചെയ്യുകയില്ല. സുന്നത്ത് നിസ്കരിക്കണമെന്ന് പറയും, നിസ്കരിക്കുകയില്ല. സുന്നത്ത് നോമ്പ് എടുക്കണമെന്ന് പറയും, സുന്നത്ത് നോമ്പ് എടുക്കുകയില്ല. കളവ് പറയരുതെന്ന് പറയും. എന്നാൽ അവർ കളവറിയുന്നവരാണ്, ഹക്കമാണ് സൂക്ഷിക്കാത്തവരാണ്. ഇങ്ങനത്തെ ദുഷിച്ചവരായ പ്രസംഗകന്മാരാണ്. അവരുടെ ശിക്ഷ ഏതാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി അസിക്കയിൽ പറഞ്ഞില്ലേ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആദാബുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അന്ന് രാത്രിയിൽ കണ്ടതാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്തത് എന്തിനാണ് പറയാൻ നിൽക്കുന്നത്? അല്ലാഹു തആല ചോദിച്ചതല്ലേ. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.
അല്ലാത്ത വാദുകൾ ഫലിക്കുകയില്ല. ഇതാണ് മഹാനായ ഗൗസുൽ ഖുത്ബുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്. വേദം വീലങ്കി പാരവാൻ മാടിച്ചാരെ വേദംബരെ അവർ വായിൽ തുപ്പിക്കൊടുത്തവരെ. വാത് പറയാൻ വേണ്ടി മടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ തുപ്പിക്കൊടുത്ത് വാത് പറയാൻ തുടങ്ങി. ആളുകൾ മുഴുവനും ആ സദസ്സിൽ വെച്ച് തൗബ ചെയ്ത് മടങ്ങി. ആയിരക്കണക്കായ ആളുകൾ ദിനേന ദീനുൽ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. ആ വയലിന്റെ സദസ്സിൽ മുഴുവനും പൊട്ടിക്കരച്ചിലും തൗബയും തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം തന്റെ മകൻ അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹു അതാ വാത് പറയാൻ വേണ്ടി വാപ്പായുടെ സമ്മതത്തോടുകൂടി വന്ന് വാത് പറയാൻ തുടങ്ങി. പക്ഷേ ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നില്ല. ആയനും തന്നെ വാ പൊട്ടിക്കരഞ്ഞില്ല. ആ സദസ്സിന് അനക്കമുണ്ടായില്ല. ഒരു മനുഷ്യൻ പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. തൗബ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ആളുകളുടെ ഹൃദയത്തിലേക്ക് ആ വാത് ഒരിക്കലും തറച്ചില്ല, പതിഞ്ഞില്ല, ഫലിച്ചില്ല. നേരെ വാപ്പാന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ വാപ്പാനായ ശൈഖേ, എന്താണ് എന്റെ വാത് ഹൃദയത്തിലേക്ക് പറയാൻ തിരക്കാതിരുന്നത്? അപ്പോഴാണ് അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഞാൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ് പറയുന്നത്. അവന്റെ ഇൽമിലേക്ക് നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നീ നിന്റെ ഇൽമിലേക്ക്, നിന്റെ കഴിവിലേക്ക്, നിന്നിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അല്ലാഹു തആലയുടെ നോട്ടം ആ സദസ്സിലുണ്ടായില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പഠിച്ചവൻ എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ഈ ഖുത്ബാക്കളായ പ്രസംഗകന്മാർക്ക് നരകത്താലുള്ള സ്റ്റേജുകൾ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കാലുകൊണ്ട് കയറുന്നതിന് പകരം അവന്റെ തല കൊണ്ട് കയറാൻ, മുഖം കുത്തി കയറാൻ അല്ലാഹു തആല കൽപ്പിക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതാണ് അവന്റെ ശിക്ഷ. തന്നെയല്ല, അവന്റെ കുടലമാലകൾ മുഴുവനും വലിച്ചിഴച്ചുകൊണ്ട് നരകത്തിലുള്ള സർവ്വ ആളുകളെയും വിഷമിപ്പിക്കുന്ന രൂപത്തിൽ മുഹമ്മദി. അവന്റെ കുടൽമാലകൾ വലിച്ചുകൊണ്ട് അതാ നാട്ടുകല്ല് ആട്ടുന്ന മൃഗങ്ങളെപ്പോലെ ചക്കാട്ടുന്ന പോത്തുകളില് അതുപോലെ മുഴുവനും കറങ്ങി നടക്കുന്നേ. അവന്റെ നാറ്റം സഹിച്ചു വെക്കാതെ ആളുകൾ മുഴുവനും മൂക്കുകൊത്തിപ്പോകുന്ന നരകത്തിലുള്ള ആളുകൾ വരെ അവന് ശപിക്കുന്ന അവസ്ഥ. ഇതാണ് വാദന്മാരുടെ അവസ്ഥ. വാദ പറയുന്ന പ്രസംഗിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷേ ഉള്ളിലുള്ളതേ പ്രസംഗിക്കാതെ, ചെയ്യുന്നതേ പറയാതെ, പറയാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. എങ്കിലും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി യാഫി തങ്ങൾ പറഞ്ഞതുപോലെ സമാധാനിക്കാം. ഖുദുമിൻ ഉലൂമി വല തൻഖുറൈല അമലി യൻഫക ഇൽമി വല തമറുക തക്സീരി. എന്റെ അറിവ് ഞാൻ പറയുന്നു, എനിക്ക് സ്വീകരിക്കാം. എന്റെ കോട്ടങ്ങളും എന്റേതായ മത്സ്യത്തും ഒരിക്കലും നിന്നെ ഉപദ്രവിക്കുകയില്ല. അത് എന്നെ അത് വലിക്കുകയുള്ളൂ, എനിക്ക് അത് ബാധിക്കുകയുള്ളൂ. എന്റെ എൽമുകൾ ഒരു പക്ഷേ നിനക്ക് ഫലം ചെയ്തിരുന്നു എന്നേക്കാം. ഈ ഒരു അടിസ്ഥാനത്തിൽ പറയുകയെന്നല്ലാതെ ഒരിക്കലും പറയാനോ അത് പറയാനോ അർഹതയില്ല. എന്നെ പോലത്തെ ആളുകളെ പഠിച്ചാൽ നമ്മളെ നന്നാക്കുമാറാകട്ടെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വേറെ ഒരു വിഭാഗങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. യസ്റഹൂന കമാ തസ്റഹുൽ അൻആമു ഇലൽ മറാഇ. അതാ മേയുന്ന സ്ഥലത്തേക്ക് ആടുകളും പശുക്കളും അതുപോലെ ഒട്ടകങ്ങളും മേഞ്ഞു നടക്കുന്നത് പോലെ അവരതാ പോകുന്നു. പക്ഷേ അവർക്ക് ഭക്ഷിക്കപ്പെടുന്ന എന്താണെന്നറിയുമോ? സഖൂം, മുള്ളുകല്ലുകളാണ്. അതുപോലുള്ള തൊണ്ടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ കഴിയാത്ത മുള്ളുകളാലുള്ള അത് കല്ലുമുള്ളുകളാണ് അവർക്ക് ഭക്ഷിക്കപ്പെടുന്നത്. അത്
തൊള്ളയിൽ തഴച്ച് തിന്നാൻ കഴിയാതെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഓടി നടക്കുന്നേ, തലയിട്ടടിക്കുന്നേ, അവരതാ നിലവിളിക്കുന്നേ. ഒരിക്കലും സ്വീകരിക്കപ്പെടാത്ത നിലക്കതാ വിളിക്കപ്പെടുന്നു. ഭക്ഷണം തിന്നാൻ കഴിയാതെ തൊണ്ടയിൽ മുഴുവനും മുള്ളു കുടുങ്ങി, അണ്ണാക്കിൽ മുഴുവനും മുള്ളു കുടുങ്ങി. ഒരു എല്ല് നിങ്ങളുടെ അണ്ണാക്കിൽ കുടുങ്ങിയാൽ അതിനാൽ വിഷമിക്കുന്ന സമൂഹമേ, നിറച്ച് മുള്ളാലുള്ള കല്ലുകൾ അവർക്ക് നൽകപ്പെടുന്നു. അത് മുഴുവനും വലിച്ചിറക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്നു. അതാ മുള്ളുകൾ കോർത്ത് ചെങ്ങും അണ്ണാക്കുമെല്ലാം കുടുങ്ങി വലിയുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ നിലവിളിക്കുന്നേ. ആരാണിതെന്നറിയുമോ? സക്കാത്ത് കൊടുക്കാത്ത ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നേ, സക്കാത്ത് കൊടുക്കുകയില്ല. കേരളത്തിൽ ഒരുപാട് കടകളും ഒരു ചെറിയ മുറുക്കാൻ കട. ഈ മുറുക്കാൻ കടയിൽ എത്ര കാശുണ്ടാകും? വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന ആളുകളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതിന്റെ 40-1 അഥവാ 2.5% വർഷമെത്തുമ്പോൾ സക്കാത്ത് കൊടുക്കേണ്ട നിസാബിനനുസരിച്ചുകൊണ്ട്, കണക്കനുസരിച്ചുകൊണ്ട് ആരും കൂടെ കൊടുക്കുന്നവരെ സക്കാത്ത് കണക്കാക്കി കൊടുക്കുന്ന ആളുകളാരുണ്ട്? ടെക്സ്റ്റൈലുകാർ ഇവിടെയുണ്ട്, പച്ചക്കറിക്കാരുണ്ട്, ഹോൾസെയിൽ കച്ചവടക്കാരുണ്ട്, അരിക്കച്ചവടക്കാരുണ്ട്, അതല്ല അനാദി കച്ചവടക്കാരുണ്ട്, മുറുക്കാൻ കടക്കാരുണ്ട്, ധാരാളം കാശുകളുള്ള ആളുകളുണ്ട്. ഇവിടെ സ്വത്തുകൾ കണക്കാക്കി വർഷത്തിൽ കണക്കെടുത്ത് സക്കാത്ത് കൊടുക്കുന്ന ആരുണ്ട് നിങ്ങളുടെ ഇടയില്? കേരളത്തിലുണ്ടോ? ഉണ്ടോ? അടുത്ത കൊല്ലം നിങ്ങളേന് ഞാൻ പറയാം. തുടങ്ങിക്കുന്നല്ലൊരു കച്ചവടം. സക്കാത്ത് കൊടുക്കാത്ത മനുഷ്യൻ അവന് രക്ഷയില്ല. അവന്റെ സ്വത്ത് വളരുമെന്ന് ധരിക്കണ്ട. പലിശക്കാരനും അതിന്റെ ആളുകളും കൊണ്ടുപോകും. അതുകൊണ്ട് കണക്കെടുക്കുക. വർഷത്തിൽ കണക്കെടുത്ത് അതിന്റെ 2.5% നീക്കിവെച്ച് അത് എത്തിക്കപ്പെടുന്ന വിഭാഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല പറഞ്ഞ 7 കൂട്ടക്കാരിൽ നിന്ന് എത്തിക്കപ്പെടുന്ന ആളുകൾക്ക് എന്ന ആയത്തിൽ പറഞ്ഞ 8 കൂട്ടക്കാരിൽ നിന്ന് എത്തിക്കപ്പെടുന്ന ആളുകൾക്ക് വിഹിതം വെച്ച് അതിന്റെ കണക്ക് പോലെ കൊടുത്തില്ലെങ്കിൽ സക്കാത്ത് വിടുകയില്ല. റമദാനാകുമ്പോ ഒരു വലിയ സഞ്ചിയിൽ കുറെ ചില്ലറയെടുത്ത് കീറിയ നോട്ടുമെടുത്ത് വരുന്ന ആളുകൾക്ക് മുഴുവനും അങ്ങ് സദക്കാത്ത് ചെയ്താൽ സക്കാത്താകൂല. സാധാരണ ഒരു റമദാനിത പരിപാടി, വലിയ ചാക്കിൽ കുറെ ചില്ലറ താമസിക്കും വലിയ മുതലാളി. വരുന്ന ആളുകൾക്ക് മുഴുവനും അതിൽ നിന്ന് 1, 2, 5 എടുത്തു കൊടുക്കും. സക്കാത്ത് വിടൂല. അത് കൊടുക്കാൻ അർഹരായ ആളുകൾക്ക് വേണ്ട രൂപത്തിൽ കണക്കെടുത്ത് ക്ലിപ്തമാക്കിയിട്ട് കൊടുക്കണം. അതിനെ മസാല ഉസ്താദിനോട് ചോദിച്ചു പഠിക്കുക. എല്ലാ സമയവും ഉസ്താദ് വിടണ്ട. ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്ക് സക്കാത്ത് ഏതെല്ലാം രൂപത്തിൽ നിർബന്ധമാകും, ഞാൻ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഉസ്താദ് എപ്പോഴും ഇവിടെയുണ്ട്. ചോദിച്ച് പഠിച്ച് എന്നിട്ട് സക്കാത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സക്കുമാണ് അവിടെ സ്വത്തുക്കൾ മുഴുവനും അവിടെ കഴുത്തിൽ നരകത്തിന്റെ പലകളായി നിങ്ങളുടെ കഴുത്തിൽ തന്നെ ആക്കപ്പെടും. പടച്ചവൻ കാത്തുരക്ഷിച്ചിട്ട് സക്കാത്ത് കൊടുക്കുന്നവരായി അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏതൊരു കച്ചവടക്കാരനും കച്ചവടം ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് പോലെ നിർബന്ധമാണ്. അതിന്റെ സക്കാത്തിന്റെ മസ്അലയും പഠിക്കൽ നിർബന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരേ ഭാഗം സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ മുടി അങ്ങോട്ട് നീണ്ടിട്ട് മുടികളെ കൊണ്ടവരുടെ ശരീരം വരിഞ്ഞു കെട്ടിയിരിക്കുന്നു. വരിഞ്ഞു കെട്ടിയിട്ട് അനങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ ശരീരം വരിഞ്ഞു കെട്ടിയിട്ട് അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. നരകത്തിൽ താഴ്ന്നു പോകുന്നു, മേലോട്ട് പൊന്തി വരുന്നു, വാവിട്ട് കരയുന്നു, നിലവിളിക്കുന്ന, ആരും സഹായിക്കാനില്ല, വെള്ളത്തിന് ദാഹിച്ചു കൊടുക്കാൻ ആരുമില്ല.
ഇങ്ങനെ കരയുന്ന മുടിയാൽ കെട്ടപ്പെട്ട ഒറ്റ മുടി നിങ്ങളുടെ കയ്യിലൊന്ന് വലിച്ചു കെട്ടി നോക്ക്. വേദന സഹിക്കാൻ കഴിയോ? അത് നോക്കാം. ഒരൊറ്റ മുടി വലിച്ചു കെട്ട്. എന്നിട്ട് അതിന്റെ വേദന സഹിക്കാൻ കഴിയില്ലെങ്കിൽ ശരീരമാസകലം മുടി കൊണ്ട് അവരുടെ തലയിലുള്ള മുടി കൊണ്ട് ബന്ധിച്ച് കെട്ടി വലിഞ്ഞ് അനങ്ങാൻ കഴിയാതെ നരകത്തിലേക്കിട്ട് താഴോട്ടും മേലോട്ടും പൊന്തുകയും താഴുകയും ചെയ്ത് വാവിട്ട് കരഞ്ഞ് നിലവിളിച്ച് അട്ടഹസിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. ആരാണിതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ തലമറക്കാത്ത പെണ്ണുങ്ങളാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പോൾ തലയിലുള്ള മുണ്ട് അങ്ങിറങ്ങിപ്പോകും, തല മറക്കത്ത്. ഈ മറയ്ക്കുന്നവരെന്നെ സൽവാർ കമ്മീസ് എന്ന് പറഞ്ഞൊരു സാധനം, ഒരു ലേലത്താക്കപ്പെട്ട സാധനം ഇറങ്ങി. അതിന് മുടി മറയ്ക്കാനുള്ള നീളം ആ സാധനത്തിന് വീതിയില്ല. വാല് മൂന്നെണ്ണായിട്ട് കാണാൻ, സൽവാറിന്റെ 2 വാലും മുടിയുടെ 3ാമത്തെ വാലും. കുരങ്ങിന് ഒരു വാലേ ഉള്ളൂ. ഈ മനുഷ്യക്കുരങ്ങെത്തിക്ക് 3 വാല്. നിങ്ങൾക്കുള്ള ശിക്ഷ ഇതാണ്. നിങ്ങളുടെ മുടികളെ കൊണ്ട് തന്നെ നിങ്ങൾ ബന്ധിക്കപ്പെടും. നരകത്തിൽ അടിയിലും മുകളിലും അത് ബന്ധുരുകി പൊന്നി പുളഞ്ഞ് അട്ടഹസിച്ച് നിലവിളിച്ച് അട്ടഹസിക്കുന്ന അവസ്ഥ. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇതാണ്. അതാ അന്യപുരുഷന്മാരെ തൊട്ട് മുടി മറക്കാത്ത സ്ത്രീകളുടെ അവസ്ഥ. നിങ്ങളുടെ മുടി ഏതെങ്കിലും നിരക്ക് തലയിൽ നിന്ന് മുറിഞ്ഞു വീണാൽ അത് അന്യപുരുഷന്മാർ കാണാത്ത സ്ഥലത്ത് മറവ് ചെയ്യണമെന്നല്ലേ ശറഈന്റെ വിധി. ആ മുടിയാണ് നിങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ കാത്തുന്നത്. അത് ചെറുത് സമമാണ്, വലുത് സമമാണ്. പെൺകുട്ടികളെ ഇന്നത്തെ അവസ്ഥ, സ്കൂളിൽ പറഞ്ഞേക്കാൻ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആളുകൾക്ക് തലയിലിടുന്ന സ്വഭാവം തന്നെയില്ല. ഇത് പഠിച്ചു വളർന്നാൽ നിങ്ങൾക്കുള്ള ശിക്ഷ ഇതാണ്. വേണമെങ്കിൽ സ്വീകരിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അദാബിനെ നിങ്ങൾ തീർച്ചയായും കണ്ടെത്തിക്കുക തന്നെയും. ബഹുമാനപ്പെട്ട ജാഫർ സാഹിബ്, ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ മഹാത്മാക്കൾ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് പറയാൻ, വൈൻ തസ്ബിർ അലൻ നീറാനി ഫസി വഇല്ലാ കുന്നാ ലിസിയാനി ഖസീ സ്വലാത്തുല്ലാഹി അലൽ ആദിൽ അമീന ഇമാമിൽ അംബിയ വൽ മുർസലിന. ഓഡിറ്റോറിയത്തിൽ പോയാൽ എല്ലാ ഈമാനും കൂടി അവിടെ വെച്ച് പണയം വെച്ച് അതിനുശേഷം പോരേണ്ട ഒരു ഗതികേട്. എവിടെ നിന്ന് വന്നു ഈ വാടിത്തോറിയം? ഇസ്ലാമിന്റെതല്ല. ഇസ്ലാമിന്റെ ചുറ്റി അനുസരിച്ച് ഓഡിറ്റോറിയം ഉണ്ടാക്കൂ, വിവാഹം കഴിച്ചു, കല്യാണം നടത്തി. അനിസ്ലാമികമായ ചുറ്റുപാടിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെ കൊല്ലാനും ബോംബെറിയാനും നിങ്ങളെ നശിപ്പിക്കാനോ അല്ലാഹു തആല ഒരു വിഭാഗത്തെ ഇവിടെ ആക്കും. കരഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ ശിക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ പറയുന്നതിന് പുറത്ത്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ മുടിയിൽ മറയ്ക്കുന്ന സ്വഭാവത്തിൽ സഹോദരന്മാര് സ്ത്രീകൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം. മുടിയുടെ നിറം പുറത്ത് കാണാൻ പാടില്ല. ആ നിലക്കുള്ള വസ്ത്രമല്ലാതെ വാങ്ങിക്കൊടുക്കരുത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ രൂപത്തിലെല്ലാം നടത്തരുത്. ഇതിന് നിങ്ങളും ശിക്ഷ അനുഭവിക്കും. നിങ്ങളെയും അല്ലാഹു തആല വെറുതെ വിടുകയില്ല. മുടി കാണുന്ന, മുടി പുറത്താക്കുന്ന രൂപത്തിൽ സ്ത്രീകൾക്ക് നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഭർത്താക്കന്മാരെ അല്ലാഹു തആല വിടുകയില്ല. അവരെ രക്ഷിതാക്കളെ അല്ലാഹു തആല വിടുകയില്ല. അതിനെ സഹായിക്കുന്നവരെ അല്ലാഹു തആല വിടുകയില്ല. വീണ്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നെ കുറെ പുരുഷന്മാരെയും സ്ത്രീകളെയും എനിക്ക് കാണാൻ കഴിഞ്ഞ് അവരുടെ നാവ് അങ്ങോട്ട് നീട്ടിയിട്ട്
നാവ് നീണ്ട് ഭദ്രകാളിയുടെ നാവ് നീണ്ടത് കണ്ടിട്ടില്ലേ? അതിനേക്കാൾ 100 മടക്ക് നീണ്ടിട്ട് അതുകൊണ്ട് അവരുടെ ശരീരം ബന്ധിച്ച് കാലും തലയും നാവോടും കൂടി കൂട്ടിക്കെട്ടി വരിഞ്ഞ് അനങ്ങാൻ കഴിയാതെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന അവരെ വെച്ചുകൊണ്ട് ആ താഴോട്ടും മേലോട്ടും അതാ പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ട് നിലവിളിച്ച് അട്ടഹസിക്കുന്ന സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കാണാൻ കഴിഞ്ഞു. അവരുടെ മുഖം ശരീരം മുഴുവനും നാവ് നീട്ടി ആ നാവ് കൊണ്ടതാ അങ്ങോട്ട് കെട്ടിവരിഞ്ഞിരിക്കുന്നു. ആരാണിതെന്ന് പറയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, അവരുടെ നാവിങ്ങനെ നീണ്ട് എന്ന് തന്നെയല്ല, അവരുടെ കൈകളിൽ നീണ്ട നഖങ്ങളുണ്ട്. ആ നഖം കൊണ്ട് അവരുടെ മുഖവും ബാക്കിയുള്ള സ്ഥലവും അവർ തന്നെ കീറുന്നു, മാന്തുന്നു, എന്നിട്ട് രക്തം പൊട്ടിയൊലിക്കുന്നു. ഇങ്ങനെ ദുഷിച്ചു നാറുന്ന ചലം ഇങ്ങോട്ടൊലിക്കുന്നു. ഇങ്ങനെ ശീർഘമായ രൂപിയായി മാറുന്ന, ഇങ്ങനെ സദാ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ അലൈഹിസ്സലാമി ആരാണിതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇവർ കള്ളസാക്ഷി നിൽക്കുന്നവരും കളവ് പറയുന്നവരും ഇന്ന് വേണ്ട നാട്ടിൽ ഫിത്നയുണ്ടാക്കി കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ്. വൽഫിത്നത്ത് അശദ്ദു മിനൽ കുഫ്രി, ഇവനെ കൊത്തല് കൊലയേക്കാൾ വലുതാണ് കേട്ടോ ഫിത്ന. ഇങ്ങനെ നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ഗീബത്തും നമീമത്തും പറഞ്ഞ നുണയും ഫസാദുമായി നടക്കുന്ന ആളുകളുടെ ശിക്ഷ ഇതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നോക്കൂ, നിങ്ങളുടെ നാവ് നീളമുള്ളതാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല നാവിനെ നീട്ടുന്നു. നിങ്ങൾ അന്യാളുകളുടെ മുഖത്ത് അവരുടെ അറിയാതെ നിനക്ക് നാവ് കൊണ്ട് പോറൽ വരുത്തിയതുപോലെ നിങ്ങളുടെ മുഖം കീറപ്പെടുന്നു. എന്ത് വേണ്ട, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം താഴെ വീഴുന്നേ. ഇങ്ങനെ നരകത്തിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു. പടച്ചവൻ എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീണ്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ വിഭാഗത്തിൽ ഒരു പ്രത്യേകതരം സ്ത്രീകളുണ്ട്. അവരുടെ നാവ് നീണ്ട് പ്രത്യേകമായ ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുന്നത്. ഭർത്താക്കന്മാരെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവരാണ്. ഭർത്താക്കന്മാരെ എപ്പോൾ ചെന്നാലും ശല്യം ചെയ്യുന്നവരാണ്. അവരെ പറ്റി തെറി പറയുന്നവര്. ഒരു സ്വസ്ഥയും നൽകാത്ത സ്ത്രീകൾക്കുള്ള ശിക്ഷ ഇതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വീണ്ടും ഒരു വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂല് കാണുന്നു. അവരുടെ തലയും കാലുമായി ബന്ധിക്കപ്പെടുന്നു. എന്നിട്ട് ഹയ്യാത്ത്, ആ വലിയ ഉഗ്രവിഷമുള്ള പാമ്പുകളും തേലുകളും അവരെ കടിക്കുന്ന കൊത്തുന്ന, അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുന്ന, താഴോട്ടും മേൽപോട്ടും പൊന്തുകയും താഴുകയും ചെയ്യുന്നു. പോകുന്ന സമയത്തൊന്നും പാമ്പുകൾ അവരെ വിട്ടുമാറുന്നില്ല. അതുപോലെ തന്നെ തേലുകളും അവരെ കടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മുഖമോ ശരീരമോ മനുഷ്യപ്രകൃതിയല്ല. അവരുടെ ശരീരം പന്നികളെപ്പോലെയായി മാറിപ്പോയി. മുഖങ്ങള് അത് പട്ടിയുടെ മുഖമായി മാറിപ്പോയി. എപ്പോഴും അവരേതാ അക്രബും പാമ്പും തേലും ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാരാണെന്നറിയുമോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ കൂട്ടരൊരിക്കലും ജനാബത്ത് കുളിക്കാത്ത ആളുകളാണ്. ജനാബത്ത് കുളിക്കാത്ത, അല്ലെങ്കിൽ കുളിക്കാൻ അറിഞ്ഞിട്ട് എന്ത് ശർത്തും പറന്നൊന്നും അറിയാതെ കുളിച്ച ആളുകള്, നീരില്ലാതെ കുളിച്ചവർ. ജനാബത്ത് കുളിച്ചിട്ടില്ല. പഴുതാനക്കടുത്ത് ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ വയോജന ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാനൊരിക്കൽ ജനാബത്ത് കുളിയിലെ വിഷയങ്ങൾ ക്ലാസ് എടുത്തു. അപ്പോ ഒരു 60-65 വയസ്സുള്ള ഒരു ചങ്ങാതി എണീറ്റ് വന്നിട്ട് ചോദിക്കുക, ഉസ്താദ് പറഞ്ഞ കുളീന്റെ പേരെന്താ, ഇമാമത്ത് കുളിയാണോ? കുളീന്റെ പേര് ഇമാമത്ത് കുളിയാണോ എന്ന് ചോദിച്ചു. അല്ല, ജനാബത്ത് കുളി. ഞാൻ ചോദിച്ചു, എത്ര മക്കളുണ്ട്? 14 മക്കളൊക്കെ. അയാളെ മക്കളും പെണ്ണെട്ടിയിരുന്നു. എന്നിട്ടും
ജനാപത്ത് കുളി എന്താണെന്നറിയില്ല, ഇമാമത്ത് കുളി. ഈ ജനാപത്ത് കുളിക്കാത്ത ആളുകളുടെ ശിക്ഷ ഇതാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല വെറുതെ അല്ല നമ്മൾ കഥാ പറക്കുന്നത്. വീണ്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്ത്രീകളെ ഒരു പ്രത്യേകമായ പെട്ടിയിൽ പൂട്ടിയിട്ട് നാം സംസാരിക്കാൻ കഴിയാതെ, ചെവി കേൾക്കാൻ കഴിയാതെ, കണ്ണ് കാണാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹു തആല പ്രത്യേകമായ ശിക്ഷ നൽകുന്നു. അതാ വെന്തുരുകി കരയുന്നു. ആരും സഹായിക്കാനില്ലാത്ത നിസ്സഹായരായി അവരെ കാണാൻ കഴിയുന്നു. ആരാണിതെന്ന് ചോദിച്ചപ്പോൾ ഭർത്താക്കന്മാർക്കല്ലാത്ത വിധത്തിൽ വ്യഭിചരിച്ച് കുട്ടികളുണ്ടായി. ആ കുട്ടിയെ ഭർത്താവിലേക്ക് ചേർക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇതാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വീണ്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എനിക്ക് കാണാൻ കഴിഞ്ഞ അത്ഭുതമാണ്. എന്താണെന്നറിയുമോ? റഅയ്തു അഖ്വാമൻ ഫീ ആനാഖിഹിം അത്വാഖും മിസ്ലൽ ജിബാൽ മിൻ നാർ. കഴുത്തിൽ വലിയ മല പോലെ അതാ ചവിടികെട്ടിയതായി, ചങ്ങല പോലെ ചവിടികെട്ടിയതായി, അവർക്ക് അരങ്ങാൻ, കഴുത്ത് തിരിയാൻ കഴിയാതെ നരകത്താലുള്ള ശിക്ഷ കൊണ്ട് ഭയപ്പെടുത്തപ്പെടുന്നു, ശിക്ഷിക്കപ്പെടുന്നു. കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അരങ്ങാക്കാൻ കഴിയുന്നില്ല, വെന്തുരുകി കരയുന്നു, തലച്ചോറ് തിളച്ചു പറയുന്നു. ആരാണിതെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, വിശ്വസിച്ച് അമാനത്തുകൾ ഏൽപ്പിച്ചിട്ട് അതിൽ ചതി കാട്ടിയ ആളുകളുടെ ശിക്ഷയാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വിശ്വസിച്ച് കാശ് ഏൽപ്പിക്കും, അത് ഏൽപ്പിക്കുന്ന സമയത്ത് നല്ല വിശ്വസ്തനാണ്. പിന്നെ ഇങ്ങോട്ട് ചോദിച്ചാൽ അലിഫിന് പിന്നെ നീട്ടപ്പത്ത് കിട്ടാൻ ആ ഈ ഊന്ന് വല്ലതും ഇങ്ങോട്ട് വാങ്ങാൻ നേരത്തെ നല്ല സ്വഭാവത്തോടുകൂടി ആ ഈ ഊന്ന് പറഞ്ഞു വാങ്ങും. അങ്ങോട്ട് ഏൽപ്പിച്ചിട്ട് ചോദിക്കുമ്പോൾ അൻ ഇൻ ഉന്ന ശബ്ദം. സ്വഭാവം മാറി. എപ്പോ തന്നത്, ആര് തന്നത്, എങ്ങനെ തന്നത് എന്ന് നിലക്ക് സംസാരിക്കും. അൻ ഇൻ എന്ന് പറയുന്നതിന് എന്തിനാന്ന് പറയാ? മറ്റു സമയത്ത് എന്ത് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ ഞാൻ തരാം, ആ ഈ ഊ സാധു തരാണ്. അവധി എത്തി ചോദിച്ചാൽ അൻ ഇൻ ഉൻ. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അങ്ങനത്തെ ആളുകൾക്കുള്ള ശിക്ഷ ഇതാണെന്ന് ശഫീന മുഹമ്മദുർ റസൂലുള്ളാഹി. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചില ആളുകളെ അല്ലാഹുവിന്റെ സബാനിയാക്കളായ മലക്ക് തീയാലുള്ള കത്തി കൊണ്ട് കഴുത്ത് അറക്കുന്നു. എന്നിട്ടോ ആ കഴുത്തിൽ നിന്ന് താറ് പോലെ കറുത്ത രക്തം പുറത്തേക്ക് വരുന്നു, നാറുന്നത്. വീണ്ടും ഒരേപോലെയാകുന്നു, വീണ്ടും മറുക്കപ്പെടുന്നു. ഇങ്ങനെ അതാപെടുക്കപ്പെടുന്നു. അവർ നിലവിളിച്ച് കരയുന്നു. ആരാണിതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ആളുകളെ, മനുഷ്യരെ നുൽമായി അക്രമമായി കൊല്ലുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണിതെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയായി. ഇത്രയും കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹസ്ബി ഹസ്ബി, മതി മതി. അദാബ് കണ്ട് എന്റെ മനം മടുത്തുപോയി, എനിക്ക് മതി കേട്ടോ. ഇങ്ങനെയുള്ള ശിക്ഷകൾ മുഴുവനും വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ശിക്ഷകൾ നടപ്പാക്കുന്ന ലോകം വരുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സൈറുൽ സാത്തിബിയാതു ബൂറു ഫവൈലൻ യൗമ യുഖദു ബിന്നവാസി അയാ സാബിലി റബ്ബിൽ അർശി അതദ്രി മാ ജസാഉ ബിൽ മഅസി സൈറുൽ സാത്തിബിയാതു ബൂറു فويل
അളിക്കത്തുന്ന നരകം നിനക്ക് അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞുപോയി, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. എല്ലാവരും നരകത്തിൽ നിന്ന് വീഴാതിരിക്കുകയില്ല, നരകത്തിൽ നിന്ന് കടത്താതിരിക്കുകയില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅ്തത്ത് യുദ്ധത്തിലേക്ക് പോകുന്ന സമയം അതാ പിഞ്ചി നിന്ന് എല്ലാവരും വളരെ നേരത്തെ തന്നെ പോയി. വളരെ നേരത്തെ യുദ്ധത്തിലേക്ക് പോകുക എന്നത് ദുനിയാവിൽ ഏറ്റവും ഹൈറായ അമലാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങൾ പിഞ്ചി നിന്നു. അതാ ചോദിക്കുന്ന സഹാബത്ത്, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, നിങ്ങൾ എന്താണ് പിന്തു നിൽക്കുന്നത്? നിങ്ങൾ എന്താണ് നേരത്തെ പോകാറുന്നത്? അപ്പോൾ എന്റെ സ്വത്തുക്കൾ ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്റേതായ മറ്റുള്ള കാര്യങ്ങൾ ഭയന്നുകൊണ്ടോ അല്ല. ഞാൻ ഭയപ്പെടുന്ന ഒരേ ഒരു കാര്യമുണ്ട്, അല്ലാഹുവിന്റെ വാക്യമാണ്. അല്ലാഹു തആല പറഞ്ഞു പോയില്ലേ, വഇൻകുമില്ല വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങൾ എല്ലാവരും നരകത്തിലൊന്നും വീഴാതിരിക്കുകയില്ല. അത് റബ്ബ് സുബ്ഹാനഹു തആല നിശ്ചയിച്ച കാര്യമാണ്. അംബിയാക്കൾ, ഔലിയാക്കൾ, അഖ്താബീങ്ങൾ, അഗയാസികൾ സർവരും നരകത്തിൽ വീഴുക തന്നെ ചെയ്യും, വാരിദാകുക തന്നെ ചെയ്യും. അല്ലാഹു തആല പറഞ്ഞു, വീഴുമെന്ന കാര്യം ഉറപ്പാണ്. ഈ സാത്തു ഹയാത്തുല്ലാഹി ഇബ്നു റവാഹയും ആ നരകത്തിൽ വീഴുമല്ലോ. പക്ഷേ അല്ലാഹു തആല പറയുന്നു, ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. പിന്നെ മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുമെന്ന് പറയുന്നു. ആ മുത്തഖീങ്ങളിൽ സാധുവായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അതിൽ പെടുമോ ഇല്ലയോ എന്ന കാര്യം അറിയില്ല. ഈ കാര്യം ആലോചിച്ചുകൊണ്ട് ഹബീബായ നബിയുടെ മുമ്പിൽ അതിനൊരു സമാധാനം വന്നതിന് ശരി പോകാമെന്ന് കരുതിയതാണ്. അല്ലാതെ ഭയന്നുകൊണ്ടല്ല, മരണത്തെ ഭയന്നുകൊണ്ടല്ല അബ്ദുല്ലാഹി ഇബ്നു റവാഹ പോകാതിരുന്നത് എന്ന് പറഞ്ഞുവെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങളും ഞാനും എന്ന് വേണ്ട സർവറും ആ നരകത്തിലൊന്നും വീഴാതിരിക്കുകയില്ല. അത് സഈറാണ്, സഖറാണ്, ലവയാണ്, കട്ട് ആളിപ്പടരുന്ന തീയാണ്. ഒരിക്കലും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി മാറുക. റബ്ബ് സുബ്ഹാനഹു തആല ഭയന്നുകൊണ്ടുള്ള ജീവിതമല്ലാതെ നിങ്ങൾക്ക് രക്ഷയില്ല. മുത്തഖിയായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതറിയുമോ, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഖാല അല്ലാഹു അസ്സ വജൽ. ആഖിറമാകുന്ന വീട് റബ്ബ് സുബ്ഹാനഹു തആല ആക്കിയത് ചെയ്യും. ഇവിടെ അഹങ്കാരികൾക്കുള്ളതല്ല, അസൂയക്കാർക്കുള്ളതല്ല കേട്ട്. ഇവിടെ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ളതല്ല, ഇവിടെ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ളതല്ല, ഇവിടെ കൊള്ളയും കൊലയും കൊള്ളിയപ്പും നടക്കുന്ന ആളുകൾക്കല്ല, കവർച്ചക്കാർക്കല്ല, സകാത്ത് കൊടുക്കാത്ത ആളുകൾക്കല്ല, പലിശ വാങ്ങുന്ന ആളുകൾക്കല്ല. അല്ലാഹു തആല ആഖിറത്തിലുള്ള സ്വർഗീയ ഭവനം നിശ്ചയിച്ചിട്ടുള്ള അതാർക്കാണെന്നറിയുമേ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. ഇവിടെ ഒരു മേന്മയും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങളും കൊതിക്കാതെ റബ്ബിന്റെ പൊരുത്തമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവസാനമായുള്ള വിജയം അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. ആ മുത്തഖിയായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. വാദകൾ നിങ്ങൾക്ക് ഫലിക്കണമേ, ഇത് നിങ്ങൾക്ക് ഉപകരിക്കണമേ. ഉറക്കഴിഞ്ഞതിനും പറഞ്ഞതിനും കേട്ടതിനും നിങ്ങൾക്ക് ആഖിറത്തിൽ പ്രതിഫലം നൽകണമേ. അല്ലാഹുവിനെ തഖ്വയുള്ള ഭയപ്പെടുന്നവരായി ജീവിക്കുക, മുത്തഖിയായി മരിക്കാൻ തയ്യാറാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വീണ്ടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു.
അങ്ങനെ നടക്കുമ്പോൾ ഒരു മലക്കിന്റെ ശബ്ദം കേട്ടു. അരിശിന്റെ താഴ്ഭാഗത്തുനിന്ന് വിളിച്ചു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പാകിന്റെ ശബ്ദം ഷഫീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കുകയാണ്. ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നപ്പോൾ അനല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ സദഖാ ബദീ അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അനാ ലാ മഅബൂദ ഗൈരി എന്നിങ്ങനെ അതിനെ പറഞ്ഞുകൊണ്ടും ഈ വാക്കുകൾ കേട്ടുകൊണ്ടും നിൽക്കുന്നു. അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഏഴാനാകാശത്തിന്റെ മുകളിൽ വെച്ച അല്ലാഹുവിന്റെ ഹബീബായ നബിയെ പറ്റി മലക്കുകൾ അതാ ഋഷിന്റെ താഴ്ഭാഗത്ത് നിന്ന് പറയുകയാണ്, സദഖ അബ്ദി മുഹമ്മദുൻ അബ്ദി വറസൂലി വനബി വഹബീബി വഖീറതി اخترته لنفسي فمن نجابه كان كفارة لما مضى من نبي എന്നിങ്ങനെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കപ്പെടുന്നതായി കേട്ട് ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അല സ്വലാത്ത്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്നിങ്ങനെ ബാങ്ക് കേൾക്കട്ടെ. അതിനുശേഷമായി ഇതേ മലക്ക് തന്നെ ഇഖാമത്തും ചെയ്ത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇഖാമത്തും ബാങ്കുകാമത്തും കൊടുത്തു. മലക്കുകൾ മുഴുവൻ മണിയണിയായി സഫൻ സഫായി നിൽക്കുകയായി. കണ്ണെത്താ ദൂരത്ത് മലക്കുകൾ നിന്ന് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച് അതാ അവർക്ക് ഇമാമായി നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇൻദത്തിഫാഖി നബിയിനാ ബിൽ അംബിയാ വകിറാമി റസൂലില്ലാഹി ലമ്മാ ഉസ്രിയാ അന്നഹു തബ്ശീറൻ ബിജാഹിൻ നൂതിയാ കുല്ലു യുറഹിബു ളാഹികം വബസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ യാ റബ്ബി സല്ലി അലൻ നബി മുൻജിൽ ഖലായിക മിൻ ജഹന്നമ ഫീ ഗദീ ജാഇലാ കുല്ലി السماء تصففا رسل وأملاك وراء المصطفى فيهم إماما قدموه مشرفا كل يرحب ضاحكا وبسيما صلوا عليه وسلموا تسليما يا رب صل അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് നിർത്തി. ആ മലക്കുകൾക്ക് മുഴുവനും മനുഷ്യന്റെ താഴ്ഭാഗത്ത് ഏഴാനാകാശത്തിന്റെ ഉള്ളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്നു. സല്ലാ ബികുല്ലിൻ ഖൽഫഹു മഅ്മൂമാ എന്ന് പറയുന്നു. എല്ലാവർക്കും ഇമാമായി സർവ്വ ആളുകളും സർവ്വ മലക്കുകളും മഹൂമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കുകയായി. അതിനുശേഷം ദുആ ചെയ്ത് അതെല്ലാം കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പെട്ടെന്ന് തന്നെ എന്നെ പിടിച്ചു. എന്നിട്ട് വെളുത്ത ഒരു മേഘത്തിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോയി. ആ മേഘം ഏഴാകാശവും ഭൂമിയും അതിന്റെ തട്ടുകാരന്റെ കണക്ക് അതിന്റെ രീതികളൊക്കെ കട്ടിയുള്ളതാണ്. അവിടെ നിന്ന് വീണ്ടും വീണ്ടും എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ എന്നെ കൊണ്ടുപോയി. അതാണ് മുമ്പക്കാലി തങ്ങൾ പറഞ്ഞത് وسرائر الناسوت والجبروت عين مدرس مسجد اللاهوت كمن لدني هباه علوما صلوا عليه وسلموا تسليما
في غده. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ഭുതങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നുണ്ട് ജിബ്രീലേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അങ്ങയുടെ ദാഹം തീർക്കാൻ നബിയേ. അങ്ങനെ വീണ്ടും അതാ ധാരാളം മേഘങ്ങൾ കടന്നു, മലകൾ കടന്നു, പ്രകാശങ്ങൾ കടന്നു, ഹിജാബുകൾ നീങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ അതാ ഹത്താ വസൽനാ ഇലാ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കൽ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെത്തി, വാതിൽക്കൽ മുട്ടി. അപ്പോഴാണ് സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിദ്വാൻ അലൈഹിസ്സലാം തോതിൽ തുറക്കുന്നു. എന്നിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇനി സ്വർഗമാണ്. ആ സ്വർഗത്തിലുള്ള നിയമത്തുകൾ കണ്ടാസ്വദിച്ചു. ആ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യമുണ്ട്.